പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വീണ്ടും ഒരിക്കൽ കൂടി പരിശുദ്ധനായ തിരുമേനിയുടെ സ്വകീയ സാന്നിധ്യമുള്ള ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും അല്പസമയം ദൈവവചനം പറയുവാനും തന്നെയുള്ള ലഭിച്ച ഈ അവസരം ഏറ്റവും സന്തോഷവും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസവുമായിട്ട് ഞാൻ കരുതുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കടന്നു വന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ചകളിൽ ദൈവാലയത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം. ആമുഖമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ധ്യാന പ്രസംഗത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഭക്തി നമുക്ക് ആവശ്യമാണ്. ഭക്തിയുള്ള ജീവിതം എല്ലാ മനുഷ്യരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. എന്നാൽ അതിഭക്തി എന്ന് പറയുന്നത് ഒരു മാനസിക രോഗമാണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ, പ്രത്യേകിച്ച് മനോവിദഗ്ധർ പറയുന്നത്. ഭക്തി ആവശ്യമാണ്, എന്നാൽ അതിഭക്തി ഒരു മനോരോഗമാണ്. രണ്ടാമത് മറ്റൊരു കാര്യം കൂടെ ഓർമ്മിക്കുകയാണ്. വൃത്തി നമുക്ക് ആവശ്യമാണ്. വൃത്തിയില്ലാതെ ഒരു വ്യക്തിക്ക് ജീവിക്കുവാൻ സാധ്യമല്ല. എന്നാൽ അത് അതിയായി കഴിഞ്ഞാൽ, അതിവൃത്തിയായി കഴിഞ്ഞാൽ അത് ഒരു മനോരോഗമായി തീരും. ഒരു സാധനവും നമുക്ക് കഴിക്കുവാൻ സാധിക്കുകയില്ല, എങ്ങും നമുക്ക് ഇരിക്കുവാൻ സാധിക്കുകയില്ല, ഒരു കാര്യവും നമുക്ക് ചെയ്യുവാനായിട്ട് സാധ്യമല്ല. അതുപോലെ മറ്റൊരു കാര്യം കൂടെയാണ് ശുദ്ധി എന്ന് പറയുന്നത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ശുദ്ധി ആവശ്യമാണ്. എന്നാൽ അതിശുദ്ധി അത് ഒരു മനോരോഗം കൂടെയാണ്. ശുദ്ധിയോടുകൂടെ ഏത് കാര്യവും നമുക്ക് ചെയ്യുവാനും കഴിക്കുവാനും അതുപോലെ തന്നെ പ്രവർത്തിക്കുവാനും സാധിക്കും. എന്നാൽ അതി ആയി കഴിഞ്ഞാൽ അത് ഒരു മനോരോഗമായി തീരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആമുഖമായി ഞാൻ നിങ്ങളെ ഓർമ്മിച്ചത്, അതി എന്ന് പറയുമ്പോൾ അത് നമുക്ക് കൂടുതലാണ്. എന്നാൽ വേണ്ടുന്നത് നമുക്ക് വേണം എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ മറ്റൊന്നാണ് ലക്ഷണം എന്ന് പറയുന്നത്. എല്ലാ വ്യക്തിക്കും ഒരു ലക്ഷണമുണ്ട്, ഒരു സൗന്ദര്യമുണ്ട്. ഈ ലക്ഷണവും സൗന്ദര്യവും ദൈവത്തിനാൽ മനുഷ്യർക്ക് തന്നിരിക്കുന്നത് അതിന് ഒരു താളമനുസരിച്ച് പോകുവാനാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലക്ഷണം ക്രമം തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതിനെ അവലക്ഷണമെന്നാണ് പണ്ഡിതന്മാര്, വിവരമുള്ളവര് ഓർമ്മിക്കുന്നത്. അതുകൊണ്ട് ലക്ഷണം ക്രമം തെറ്റുവാനും പാടില്ല. ആമുഖമായി ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ ദേവാലയത്തിൽ ധ്യാനത്തിനായിട്ട് നിങ്ങൾ കടന്നു വരുമ്പോൾ ശീലം നല്ല ശീലമായിട്ട് മാറണം. അതുപോലെ തന്നെ വളർച്ച ഒരു നല്ല വളർച്ചയായിട്ട് മാറണം. അതുപോലെ തന്നെ ലക്ഷണം അവലക്ഷണമാകാതെ മറിച്ച് അത് ഏറ്റവും പ്രധാനപ്പെട്ട നല്ല ലക്ഷണമായി തീരുവാനും സാധിക്കണം. ഭക്തി അത് അതിഭക്തിയായി തീർന്നിട്ട് അത് ക്രമം കെട്ട ഒരു രീതിയിലേക്ക് പോകുവാനായിട്ട് പാടില്ല. വൃത്തി അത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണെങ്കിലും അത് അതിവൃത്തിയായി തീർന്നിട്ട് അത് നമ്മളെ നശിപ്പിക്കുവാനായിട്ടും ഇടയാകരുത്. ശുദ്ധി ആവശ്യമാണ്, എന്നാൽ അതിശുദ്ധിയായി തീരുവാനും ഇടയാകരുത് എന്ന് ആമുഖമായി ഞാൻ ഓർമ്മിക്കുവാനുള്ള കാരണം, നമ്മൾ ഇപ്പോൾ ഏത് അവസ്ഥയിൽ ആയിരിക്കുന്നു എന്ന് ഓരോ വ്യക്തിക്കും ഒന്ന് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായിട്ട് ദൈവസന്നിധിയിൽ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: അനന്തരം ദൈവം യാക്കോബിനോട്, നീ എഴുന്നേറ്റ് ബേഥേലിലേക്ക് പോയി അവിടെ പാർക്കുക. നിന്റെ സഹോദരനായ ഏശാവിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം പണിയുക എന്ന് കൽപ്പിച്ചു.
ഈ വേദഭാഗം വായിക്കാത്തവര് അധികം പേര് കാണുകയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യാക്കോബിനോട് ദൈവം പറയുന്ന ഒരു അനുഭവമാണ്. യാക്കോബ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം യാക്കോബിനോട് അറിയിക്കുന്ന ഒരു അറിയിപ്പ് കൂടെയാണിത്. നീ എഴുന്നേറ്റ് ബേഥേലിലേക്ക് പോകാമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ക്രിസ്തീയ വിശ്വാസി പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും അവന്റെ നാവിൽ കടന്നു വരുന്ന ഒരു പദമാണ്, ഒരു പേരാണ് യാക്കോബ് എന്നുള്ളത്. യാക്കോബിനെ കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ ഇല്ല. എന്നാൽ ഈ യാക്കോബിനെ കുറിച്ച് വേദപുസ്തകത്തിൽ വിശേഷണങ്ങളല്ലാതെ അവന്റെ ജീവിതത്തിലുള്ള ചില അനുഭവങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഇസഹാക്കിന്റെ 2 മക്കളിൽ ഇളയവനെന്നാണ് യാക്കോബിനെ കുറിച്ച് പറയുന്നത്. പായസം ഉണ്ടാക്കി സഹോദരന്റെ ജ്യേഷ്ഠാവകാശം കൈവശമാക്കിയവനെന്ന് ഈ യാക്കോബിനെ കുറിച്ച് പറയുന്നുണ്ട്. വീണ്ടും വേദപുസ്തകം യാക്കോബിനെ കുറിച്ച് പറയുന്നത് സ്വന്തം സഹോദരനെ വഞ്ചിച്ചിട്ട് പോയവനെന്നാണ്. വീണ്ടും യാക്കോബിനെ കുറിച്ച് രസകരമായ ഒരു വിശേഷണം വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കുവാനായി കതിർമണ്ഡപത്തിലേക്ക് കയറിയപ്പോൾ അവളുടെ സഹോദരിയെ കല്യാണം കഴിക്കേണ്ട ഗതികേട് വന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം ഓർപ്പിക്കുന്നു. വീണ്ടും യാക്കോബിനെ കുറിച്ച് പറയുന്നത് മനസ്സിലിഷ്ടപ്പെട്ട പെണ്ണിന് വേണ്ടി 14 വർഷം അമ്മായിയപ്പന്റെ ചെറിയവേല ചെയ്ത് ജീവിച്ചവനെന്ന് ഈ യാക്കോബിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ യാക്കോബിനോടാണ് ദൈവം പറയുന്നത്, നീ ചെന്ന് ബേഥേലിൽ പാർക്കുക, അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക, അവിടെ ഞാൻ പറയുന്നത് പോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ട് യാക്കോബിനോട് യഹോവയായ ദൈവം ഇപ്രകാരം ഒരു കൽപ്പന കൊടുക്കുന്നു എന്നത് നമുക്ക് ചിന്തിച്ചിട്ട് വേണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന്റെ ആന്തരിക അർത്ഥങ്ങളിലേക്കും വ്യാഖ്യാനങ്ങളിലേക്കും കടക്കുവാനായിട്ട്. നിങ്ങളുടെ മനസ്സിനെ ഞാനിപ്പോൾ യാക്കോബിന്റെ അമ്മായിയപ്പനായ ലാബാന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. യാക്കോബിന്റെ അമ്മായിയപ്പന്റെ പേരാണ് ലാബാൻ. ലാബാന്റെ ഭവനത്തിൽ യാക്കോബ് സുഖമായി ജീവിക്കുന്നു. 2 പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുകയാണ്. അതിൽ മക്കൾ, അതുപോലെ തന്നെ അവന് വേണ്ടുന്നതായ ദാസന്മാര്, ഇതൊക്കെ അവനുണ്ട്. അമ്മായിയപ്പനുമായിട്ട് യാക്കോബ് തെറ്റിപ്പിരിക്കും. അങ്ങനെ 2 ഭാര്യമാരുമായിട്ട് അമ്മായിയപ്പൻ അറിയാതെ യാക്കോബ് തന്റെ പിതാവിന്റെ നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നു. ഇങ്ങനെ യാത്ര തിരിക്കുന്ന സന്ദർഭത്തിൽ ലാബാൻ ഈ യാത്രയെ കുറിച്ച് അറിഞ്ഞിട്ട് യാക്കോബിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നു. അവിടെ വെച്ച് ലാബാൻ തന്റെ പെൺമക്കളെ 2 പേരെയും ചുംബിച്ച് അനുഗ്രഹിച്ച് യാത്രയാക്കിയാണ് ഈ യാക്കോബിന്റെ കൂടെ. വർഷങ്ങൾ നീണ്ട യാത്ര. ആ യാത്ര അങ്ങനെ കൊണ്ട് പോയിട്ട് ശേഖേം എന്ന് പറയുന്ന ദേശത്ത് എത്തി. യാത്രയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ്. ഈ യാത്ര വളരെ അപൂർവമാണ്. ചില ആൾക്കാർക്ക് യാത്ര ചെയ്യുന്നത് ഇഷ്ടമല്ല, ചില ആൾക്കാർക്ക് യാത്ര ചെയ്യുന്നത് ഒരു ഹരമാണ്. ഇവിടെ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഗതികേട് കൊണ്ടാണ് അവൻ യാത്ര ചെയ്യുന്നത്. എന്തെന്ന് ചോദിച്ചാൽ, കുറേയേറെ വർഷം അമ്മായിയപ്പന് വേണ്ടി അടിമപ്പണി ചെയ്തു. ഇനി സ്വതന്ത്രമായിട്ട് ജീവിക്കണം. മാത്രമല്ല, തന്റെ അപ്പനും സഹോദരനും ജീവിച്ചിരിക്കുന്ന ദേശത്ത് പോയി ഒന്ന് പാർക്കണം. ഇതാണ് ഈ യാക്കോബിന്റെ യാത്രയുടെ ലക്ഷ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ശേഖേം എന്ന് പറയുന്ന കനാൻ ദേശത്ത് ശേഖേം എന്ന് പറയുന്ന
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ സ്വസ്ഥമായി കൂടാരം അടിച്ചു. ആ കൂടാരം നിൽക്കുന്ന സ്ഥലത്തിന് 100 വെള്ളിക്കാശ് വില കൊടുത്ത് ആ സ്ഥലം വാങ്ങി അവിടെ പാർക്കുവാനായിട്ട്, സമാധാനത്തോടുകൂടെ പാർക്കുവാനായിട്ട് തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ സമാധാനത്തോടുകൂടെ പാർക്കുവാനായിട്ട് തുടങ്ങി. യാക്കോബിന്റെ കൂടെ ആരൊക്കെയുണ്ട്? നമുക്കറിയാം, അവന്റെ 2 ഭാര്യമാര്, അവരിലുള്ള മക്കൾ, ഭാര്യമാരുടെ വേലക്കാരികൾ, അതുപോലെ തന്നെ ആ വേലക്കാരുടെയും അവരുടെ മക്കളും കുടുംബവും യാക്കോബിനുള്ള സമ്പത്ത്, ഇതെല്ലാം ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഭാര്യയും ഭർത്താവും 2 മക്കളും മാത്രമല്ല, ഒരു 100 കണക്കിന് ആൾക്കാരുണ്ട് യാക്കോബിന്റെ കൂടെ. ഇവരെല്ലാവരുമായിട്ടാണ് ഈ ശേഖരം എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലം വാങ്ങി അവിടെ കൂടാരം അടിച്ചിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, നല്ല സ്ഥലമാണെന്ന് തോന്നി. വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സുരക്ഷിതമായ സ്ഥലം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. യാക്കോബിന്റെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ടായി, സുരക്ഷിതമാണ് ഈ സ്ഥലം. അങ്ങനെ സുരക്ഷിതമായ സ്ഥലം എന്ന് ചിന്തിച്ച് അവിടെ പാർക്കുവാനായിട്ട് തുടങ്ങി. ഇങ്ങനെ തുടങ്ങിയപ്പോൾ ഈ യാക്കോബിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി. എന്താണ് പ്രശ്നം? യാക്കോബിന് 12 മക്കളാണെന്ന് വേദപുസ്തകം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ഒരു പെൺകൊച്ചും ഉണ്ട്. ഈ 12 മക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തങ്ങളുടെ സഹോദരിയെ ഒരുപോലെ നോക്കിയവരാണ്. ചാച്ചന്മാരുടെ പ്രിയ മകൾ, അപ്പന്റെയും അമ്മമാരുടെയും സ്നേഹവാത്സല്യം. ഈ മോള് എന്തു പറഞ്ഞാലും യാക്കോബിന്റെ മക്കളും ഭാര്യമാരും ദാസന്മാരും ദാസിമാരും ഇതെല്ലാം കേട്ടു. പെൺകൊച്ചിന് ഒരു ആഗ്രഹം. എന്താണ് ആഗ്രഹം എന്നറിയാമോ? അവൾ പറഞ്ഞു, നമ്മൾ ഈ ദേശത്ത് താമസിക്കുകയാണല്ലോ, ഇവിടെയുള്ള എന്റെ പ്രായത്തിലുള്ള കുറെ പെൺകുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്, ഞാൻ അവരെയൊക്കെ ഒന്ന് കണ്ടേച്ചു വരാം. അങ്ങനെ അനുവാദം വാങ്ങി ഇവൾ ഒന്ന് ഇറങ്ങി, നാട്ടിലോട്ട് ഇറങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാട്ടിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് സംഭവം ആകെപ്പാട് മെനക്കേടായി മാറി. എന്താ മെനക്കേട്? യാക്കോബിന്റെ മകൾ ദീന അങ്ങനെ നാട്ടിലുള്ള സുന്ദരിമാരെ കാണുവാനായി ഇറങ്ങിയപ്പോൾ, 34-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലാണ് ഇത് പറയുന്നത്. യാക്കോബിന് ലേയിൽ ജനിച്ച മകളായ ദീന ആ പ്രദേശത്തെ കന്യകമാരെ സന്ദർശിക്കുവാൻ പോയി. വേദപുസ്തകം പറയുകയാണ്, ആ പെൺകുട്ടിയുടെ പേര് പറയുന്നത് ദീന എന്നാണ്. അവൾ ദേശത്തെ കന്യകമാരെ സന്ദർശിക്കുവാനായിട്ട് പോയി. സന്ദർശനം നല്ലതായിരുന്നു. കുഴപ്പമുണ്ടായി. എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ, അവിടെ ഒരു ചെറുപ്പക്കാരൻ ഈ പെൺകൊച്ചിനെ കണ്ടിട്ട് അവളെ പിടിച്ചുകൊണ്ട് പോയി പീഡിപ്പിച്ചു. ഇതാ ഇന്നത്തെ നാട്ടിൽ നമ്മുടെ എല്ലാ ദിവസമുള്ള പത്രങ്ങളിലും ന്യൂസ് പേപ്പറുകളിലും അതുപോലെ മീഡിയകളിലുമെല്ലാം നമുക്ക് കാണാൻ കേൾക്കാൻ സാധിക്കുന്ന ഒരു വാർത്തയാണ് പെൺകുട്ടികളെ പീഡിപ്പിക്കുക എന്നത്. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന 2012 മാത്രമല്ല ഈ പീഡനമൊക്കെ നടന്നിട്ടുള്ളത്. BC-യിലും പീഡനങ്ങളുടെ കാലഘട്ടമായിരുന്നു എനിക്ക് തോന്നുന്നത്. പെൺപിള്ളേർ വീട്ടിൽ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ആൺപിള്ളേരുടെ ചെറുപ്പക്കാരുടെ ഒരു വിനോദമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പീഡനം എന്ന്. എന്തുമാകട്ടെ, ഈ ദിവസം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്, നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതമായി ഇറങ്ങി നടക്കുവാനുള്ള ശ്രമങ്ങൾ ആവശ്യമാണ്. സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിലേക്ക് കൂട്ടുകാരികളെ കാണുവാൻ, പ്രിയപ്പെട്ടവരെ സന്ദർശിക്കുവാൻ നമ്മുടെ പെൺകുട്ടികളെ ഒറ്റയ്ക്ക് വിടരുത്. യാക്കോബിന് മക്കളും അതുപോലെ തന്നെ തോഴാഴ്മക്കാരും അടിമകളും ഒക്കെ ഒത്തിരി ഉണ്ടായിട്ടും ഈ പെൺകുട്ടിയെ ശേഖരം എന്ന് പറയുന്ന ഒരുവൻ പിടിച്ചു കൊണ്ടുപോയി അവന്റെ ഭവനത്തിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുവാനായിട്ട് ഇടയായി. യാക്കോബ് ഈ വാർത്ത കേട്ടു. ഈ വാർത്ത കേട്ടപ്പോൾ അവൻ ആകെപ്പാടെ വല്ലാത്തൊരു വിഷമമാണ് ഉണ്ടായത്. ഒരു മോള് ആകെയുള്ള ഒന്നാണ്, അതിനെ പീഡിപ്പിച്ചു. ഇനി അതിന്റെ വിവാഹം നേരത്തെ നടക്കുകയില്ല. ഈ വിവരം അറിഞ്ഞപ്പോൾ യാക്കോബിന്റെ മക്കൾ വയലിൽ ജോലി ചെയ്യുകയായിരുന്നു. മക്കളെല്ലാവരും വിവരം അറിഞ്ഞിട്ട് പ്രശ്നം പരിഹരിച്ചു.
പരിഹാരം എന്തായിരുന്നറിയാമോ? ഈ ശേഖരം അവന്റെ നാട്ടിലുള്ള എല്ലാവരും യഹൂദ ആചാരപ്രകാരം പരിച്ഛേദന ഏൽക്കണം. അങ്ങനെ പരിച്ഛേദന ഏറ്റ് കഴിഞ്ഞാൽ ഈ ദീന എന്ന് പറയുന്ന പെൺകുട്ടിയെ ശേഖരത്തിന് നൽകും. ഇതായിരുന്നു അതിന്റെ ഒരു പരിഹാരമാണ്. പക്ഷെ യാക്കോബിന്റെ പുത്രന്മാർ മോശക്കാരല്ല. അപ്പന്റെ ഗുണം തന്നെ മക്കൾക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. യാക്കോബിനെ കുറിച്ച് ഉപായി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യാക്കോബിന്റെ മക്കൾ അതിനേക്കാൾ ഉപായികളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവര് ഈ കാര്യം ചിന്തിച്ചപ്പോൾ അവരുടെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു. ഈ ശേഖരം നിവാസികൾ അഗ്രജാതം എല്ലാം ഛേദിച്ച് പരിച്ഛേദനയ്ക്ക് വേദനപ്പെട്ട് കിടക്കുമ്പോൾ ഉപദ്രവിക്കുവാനായിട്ട് വരികയില്ല. അങ്ങനെ പരിച്ഛേദന ഏറ്റ ദിവസം യാക്കോബിന്റെ മക്കൾ ഇറങ്ങി ആ ശേഖരത്തിലെ എല്ലാ പുരുഷന്മാരെയും കൊന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഗുണ്ടാപ്പണി ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഗുണ്ടയുടെ പിതാവായി മാറുന്നത്, അല്ലെങ്കിൽ ഗുണ്ടകളുടെ പിതാവായി മാറുന്ന ഒരവസ്ഥ. മക്കൾ ആ പ്രദേശത്തെ ആൺമക്കളെയെല്ലാം ഇടിച്ച് തല്ലിച്ചതച്ച് പലതിനെ കൊന്നു. അവിടെ കിട്ടിയ സാധനങ്ങൾ മുഴുവൻ അപഹരിച്ച് മോഷ്ടിച്ച് ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴതാ അടുത്ത കൂനിന്മേൽ എന്ന് പറഞ്ഞ പോലെ വേറെ ഒരു സംഭവം കൂടെ അവിടെ ഉണ്ടായി. എന്താ സംഭവം എന്നറിയാമോ? പണ്ട് അപ്പനൊരു പണി ചെയ്തിട്ടാണ് ഓടിപ്പോയത്. എന്തായിരുന്നു പണി? പണി മറ്റൊന്നുമല്ല, സ്വന്തം ജ്യേഷ്ഠന്റെ രൂപവും സാദൃശ്യവും ഒക്കെ ആർട്ടിഫിഷ്യലായിട്ടുണ്ടാക്കി അപ്പന്റെ അടുക്കലേക്ക് ചെന്ന് പറഞ്ഞു, ഞാനാണ് അങ്ങയുടെ മൂത്തപുത്രൻ എന്ന് പറഞ്ഞ് മൂത്തവരെ കിട്ടുന്നത് അനുഗ്രഹങ്ങൾ മുഴുവൻ ഉപായത്തിലൂടെ കൈക്കലാക്കി പോയവനാണ്. ഈ സന്ദർഭത്തിലാണ് ജ്യേഷ്ഠൻ അറിഞ്ഞിരിക്കുന്നത്, ഇതാ സഹോദരൻ യാക്കോബ് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന്. വേദപുസ്തകത്തിൽ പറയുന്നത് ഏതാണ്ട് 400 പേരുമായി ഏശാവ് കടന്നു വരുന്നു എന്നുള്ള വാർത്തയാണ് അറിയുവാനായിട്ട് സാധിച്ചത്. ഉൽപ്പത്തി 32-ന്റെ 6-ാമത്തെ വാക്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ഈ യാക്കോബിന്റെ ഇന്നത്തെ അവസ്ഥ. ആ കാര്യങ്ങളെല്ലാം ചുരുക്കമായി ഞാനൊന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരൻ കൊല്ലുവാനായിട്ട് നിൽക്കുന്നു. സ്വന്തം സഹോദരൻ കൊല്ലുവാനായിട്ട് നിൽക്കുന്നു. അവൻ വരുന്നത് എന്തെന്ന് അവൻ അറിയില്ലെങ്കിൽ തന്നെയും അവന്റെ ഉള്ളിൽ പേടികളെ കൊല്ലുവാനാണോ അതോ എന്നെ സ്വീകരിക്കുവാനാണോ? മനസ്സിൽ വല്ലാത്ത ഒരു സംഘർഷം. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നത് അവൾ അവഹേളിക്കപ്പെട്ടു, പീഡനത്തിന് വിധേയയായി. യാതൊരു സമാധാനവുമില്ല. മക്കളെ പൊന്നുപോലെ വളർത്തിയ മക്കൾ, നല്ല കുഞ്ഞുങ്ങളെന്ന് ചിന്തിച്ച മക്കൾ ഗുണ്ടകളായി മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 2012 ഈ ദിവസം ഇതേ അവസ്ഥയിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മാതാപിതാക്കൾ അനേകം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഈ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് ഇന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ കടന്നു വരുന്നത്. ഒരുപക്ഷെ ഇതേ സാഹചര്യത്തിൽ പോയിട്ടുള്ളവർ എല്ലാവരും കണ്ടിരുന്നേക്കാം. പക്ഷേ ഇതുമായി സമാനമായ അനേക സാഹചര്യങ്ങൾ ഉള്ളവരുണ്ടായിരുന്നേക്കാം. വീടും നാടുമെല്ലാം വിട്ട് ദൂരദേശത്ത് പാർക്കുന്ന അനേകരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില അനുഭവങ്ങളാണ് ഇവിടെ ഈ യാക്കോബിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ ഈ യാക്കോബ് ദൈവസന്നിധിയിലേക്ക് ഓടിയെത്തി. ദൈവസന്നിധിയിലേക്ക് ഓടിയെത്തിയ യാക്കോബിന് യഹോവയായ ദൈവം കൊടുത്ത അരുളപ്പാടാണ്, നീ ബേഥേലിൽ ചെന്ന് പാർക്കണം. നീ ബേഥേലിൽ ചെന്ന് പാർക്കണം. You go up to Bethel. എന്നാണ് പറയുന്നത്. നീ ബേഥേലിൽ ചെന്ന് പാർക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഈ ഏതവസ്ഥയിലാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ
നല്ലൊരു വീട് വെച്ചു. 10-20 കൊല്ലം വീണ്ടും ഞാൻ കഷ്ടപ്പെട്ടു. പക്ഷെ കുടുംബജീവിതം എന്തെന്ന് ഞാൻ അനുഭവിച്ച് ചൊവ്വേനേരം നടന്നില്ല. ഞാൻ അധ്വാനിക്കുകയാണ്. ഞാൻ രാവിലെ മുതൽ പോവുകയായി ജോലിക്ക് വേണ്ടി. കിട്ടിയ പൈസ എല്ലാം അപ്പനെ ശുശ്രൂഷിക്കുവാൻ, അമ്മയെ ശുശ്രൂഷിക്കുവാൻ, സഹോദരങ്ങളുടെ കല്യാണങ്ങൾക്ക് വേണ്ടി, അവരുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിന് വേണ്ടി, അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം ചെലവഴിച്ചു. ഇന്ന് ഞാനൊരു വീട് വെച്ച് സമാധാനമായി ജീവിക്കുവാനായിട്ട് ശ്രമിച്ചു. അങ്ങനെയാണ് ഞാൻ നാട്ടിലെത്തിയത്. അച്ഛാ, ഇന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ സമാധാനമില്ല. ഇന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ സമാധാനമില്ല. ഞാൻ ചോദിച്ചു, എന്താണ്? എൻ്റെ അച്ഛ, എൻ്റെ ഭാര്യയ്ക്ക് രാത്രിയെന്നോ കൊച്ചുവെളുപ്പാകാലൊന്നുമില്ല, അവൾ മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയെന്നോ കൊച്ചുവെളുപ്പാകാലൊന്നുമില്ല, മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോയി കോൾ ലിസ്റ്റ് മുഴുവൻ എടുത്തപ്പോൾ എന്റെ അച്ഛ 600 സെക്കൻഡ്, 700 സെക്കൻഡ്, 1000 സെക്കൻഡ്, ഇങ്ങനെ മിനിറ്റുകൾ, അരമണിക്കൂർ, 3/4 മണിക്കൂർ, ഇതൊക്കെയാണ് രാത്രി 1 മണിക്കും 12 മണിക്കും ഒക്കെ അവൾ സംസാരിക്കുന്നത്. എന്നെ അവൾ മുറിയിലോട്ട് കയറ്റുകയില്ല. അവൾ മുറി അടച്ച് അവളത് കയറി കിടന്നു. എന്തിനാച്ചാ ഞാൻ ജീവിക്കുന്നത്? 2 കൊച്ചുങ്ങളുണ്ട്. ഒരുത്തിനും എന്നെ വേണ്ട, ഒരുത്തിക്കും എന്നെ വേണ്ട. ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? ഞാൻ ഈ അധ്വാനിച്ചത് മുഴുവൻ എന്തിനാണ്? എന്റെ ജീവിതം മുഴുവൻ സാക്രിഫൈസ് ചെയ്തത് എന്തിനാണ്? പ്രിയപ്പെട്ട സഹോദര, സഹോദരി, ഈ അനുഭവത്തിൽ എത്രയെത്ര മലയാളി കുടുംബങ്ങൾ ഇന്ന് കടന്നു പോകുന്നു. ഔചിത്യമില്ലാത്ത ജീവിതം, ലക്ഷണമില്ലാത്ത ജീവിതം അവലക്ഷണക്കേടായി മാറിയിരിക്കുന്നു. എത്രയെത്ര ജീവിതങ്ങൾ. ഇതിന് ശാശ്വതമായ പരിഹാരം നീ ബഥേലിൽ എത്തിയെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. നീ ബഥേലിലേക്ക് കടന്നു വരണം. ഒറ്റ പരിഹാരം അതേ ഉള്ളൂ. നീ ബഥേലിലെത്തണം. എന്താണ് ഈ ബഥേൽ? ബഥേൽ എന്ന് പറയുന്നത് സുറിയാനിയിലെ 2 വാക്കുകൾ ചേർന്നാണ് ഈ ബഥേൽ എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത്. ബേദ് അധികം ഏൽ, ഈ 2 പദങ്ങളാണ് ചേർന്നാണ് ബഥേൽ എന്നുണ്ടായത്. ബേദ് എന്ന് പറഞ്ഞാൽ ഭവനമെന്നും ഏൽ എന്ന് പറഞ്ഞാൽ ദൈവമെന്നുമാണ്. അങ്ങനെയാണെങ്കിൽ ബഥേൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ ഭവനം. ബഥേൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറക്കെ പറഞ്ഞേ. ദൈവത്തിന്റെ ഭവനം. ഉറക്കെ പറഞ്ഞേ. അപ്പോൾ ഈ യാക്കോബിനോട് ദൈവം ആവശ്യപ്പെട്ടത് എവിടേക്ക് ചെല്ലാനാ? ഉറക്കെ പറഞ്ഞേ. ദൈവത്തിന്റെ ഭവനത്തിലേക്ക് ചെല്ലാനാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ ദൈവത്തിന്റെ ഭവനത്തിലുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവത്തിന്റെ ഭവനത്തിലാണുള്ളത്. നീ ചെല്ലേണ്ടുന്നത് വൈകുന്നേരം വരെ മീൻ കച്ചവടം നടത്തി, അതിനുശേഷം വൈകുന്നേരത്തൊരു താൽക്കാലിക സ്റ്റേജ് ഉണ്ടാക്കി 2 സ്പീക്കർ അപ്പുറം ഇപ്പുറം എടുത്തു വെച്ച് ഒരു ഓർഗനും എടുത്തു വെച്ച് പാട്ട് പാടുന്ന സ്ഥലത്തേക്കല്ല. എവിടെ ചെല്ലാനാ പറഞ്ഞത്? ബഥേലിലേക്കാണ്. നീ ചെല്ലേണ്ടുന്നത് കുഞ്ഞന്നമ്മയുടെ വീട്ടിലുള്ള പ്രത്യേക കൂട്ടായ്മയിലേക്കല്ല ചെല്ലാനായി പറഞ്ഞത്. എവിടെ ചെല്ലാനാ പറഞ്ഞത്? ഉറക്കെ പറ. ബഥേലിലേക്ക്, ദൈവത്തിന്റെ ഭവനത്തിലേക്കാണ് ചെല്ലേണ്ടുന്നത്. ഞാനിത് പറയുമ്പോൾ ആർക്കും പ്രയാസം തോന്നരുത്. നമ്മളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ മാത്രമല്ല ബഥേലിൽ ചെല്ലേണ്ടുന്നത്. ഇതുണ്ടാകാതിരിക്കുവാനായും ബഥേലിലേക്ക് കടന്നു ചെല്ലണം. എന്താണ് ഈ ബഥേലിന്റെ പ്രത്യേകത? 6 പ്രത്യേകതകൾ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 1, ബഥേലിന്റെ 1ാമത്തെ പ്രത്യേകത ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 8-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 8-ാം വാക്യം. അബ്രഹാം ആദ്യമായി യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ച സ്ഥലം. ഇതാണ് ബഥേലിന്റെ 1ാമത്തെ പ്രത്യേകത. ആദ്യമായി അബ്രഹാം ഒരു യാഗപീഠം പണിത് ദൈവത്തെ
ബഥേൽ. ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാണ് ബഥേൽ. അവിടെ യാഗപീഠമുണ്ട്. ഈ യാഗപീഠത്തിൽ അബ്രഹാം ആദ്യമായി ബലിയർപ്പിച്ചു. അതാണ് ബഥേലിന്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്, ഈ ബഥേലിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. സംഭവം നിങ്ങൾക്കറിയാവുന്നത് കൊണ്ട് ചുരുക്കം വാക്കുകളിൽ ഞാൻ അത് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് തലയണയായി വെച്ച കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്നായിരുന്നു പേര്. മറ്റൊന്നുമല്ല, യാക്കോബ് സ്വപ്നം കണ്ട സ്ഥലം. ഇതാ ബഥേലിന്റെ പ്രത്യേകത. യാക്കോബ് സ്വപ്നം കണ്ടു. അവിടെ ഒരു കല്ലെടുത്ത് തൂണായി നാട്ടി അവിടെ എണ്ണയൊഴിച്ച് ദൈവത്തെ ആരാധിച്ച സ്ഥലം. മൂന്നാമത്, ബഥേലിന്റെ മൂന്നാമത്തെ പ്രത്യേകത ഉൽപ്പത്തി 31:3. ദൈവത്തിന്റെ പ്രഭു എന്ന അർത്ഥമുള്ള ഇസ്രായേൽ എന്ന യാക്കോബിന് പേര് ലഭിച്ച സ്ഥലമാണ് ബഥേൽ. നീ ദൈവത്തിന്റെ പ്രഭുവാണ്. ഇതുവരെ നിന്റെ പേര് യാക്കോബ് എന്നായിരുന്നു. ദൈവത്തിന്റെ പ്രഭു എന്നർത്ഥമുള്ള ഇസ്രായേൽ എന്ന് ഒരു പേര് ലഭിച്ച സ്ഥലമാണ് ഈ ബഥേല്. നാലാമത് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് സഹോദരങ്ങളെ. എന്താണെന്നറിയാമോ? ദൈവം തന്നെ പല സന്ദർഭങ്ങളിലും ഞാൻ ബഥേലിന്റെ ദൈവമാണെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. ഞാൻ ഏതിന്റെ ദൈവമാണ്? ബഥേലിന്റെ ദൈവം. അഞ്ചാമത് മറ്റൊരു പ്രത്യേകത ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ദൈവജനം എല്ലാ ദിവസവും അരുളപ്പാട് ചോദിക്കുവാനായി പോയിരുന്ന സ്ഥലം. ദൈവജനം അരുളപ്പാട് ചോദിക്കുവാനായി പോയിരുന്ന സ്ഥലം. ആറാമത് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. 1 ശമൂവേൽ അതിന്റെ 10-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, ഇത് ദൈവാരാധനയുടെ കേന്ദ്രമായിരുന്നു. ദൈവാരാധനയുടെ കേന്ദ്രം. അപ്പോഴ് ഈ ബഥേൽ എന്ന് പറയുന്ന സ്ഥലത്തിന് ചെറിയ പ്രത്യേകതയൊന്നും അല്ല ഉള്ളത്, വലിയ പ്രത്യേകതയാണ്. ഈ സ്ഥലത്തേക്കാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യഹോവയായ ദൈവം യാക്കോബിനോട് പറയുന്നത്, നീ അവിടേക്ക് ചെല്ലണം. എവിടേക്ക്? ബഥേലിലേക്ക് ചെല്ലണം. ഒന്നുകൂടെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ, നീ ദൈവാലയത്തിലേക്ക് കടന്നു ചെല്ലണം. നീ ദൈവാലയത്തിലേക്ക് കടന്നു ചെല്ലണം. ഇന്ന് ദൈവാലയത്തിൽ പോകുന്നത് ഒരു മടിയായിട്ട് കാണുന്ന ഒത്തിരി പേരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള തലമുറയിൽപ്പെട്ട അനേകം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവാലയം എന്ന് പറയുന്നത് അവർക്ക് അന്യമായി പോയിക്കൊണ്ടിരിക്കുക. അന്യമായി പോയിരിക്കുന്ന ഒന്നാണ് ദൈവാലയം. അവർ ദൈവാലയത്തിൽ എത്തുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരുന്നാളുള്ള സന്ദർഭങ്ങളിലോ അതല്ലെങ്കിൽ ദുഃഖവെള്ളിയാഴ്ചയോ ഇങ്ങനെ ഏതെങ്കിലും ഒക്കെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മുടെ പല കുഞ്ഞുങ്ങളും ഈ ദൈവാലയത്തിലേക്ക് എത്തുന്നത്. ശലോമോൻ രാജാവ് ദൈവാലയം കൂദാശ ചെയ്ത് ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ ഈ ദൈവാലയത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ യഹോവയായ ദൈവം ഈ ശലോമോന് നൽകി. 2 ദിനവൃത്താന്ത പുസ്തകം അതിന്റെ 7-ാം അധ്യായം 14-ാം വാക്യം എടുത്തു കഴിഞ്ഞാൽ ഈ ബഥേലിന്റെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് കൂടെ അവിടെ പറയുന്നുണ്ട്. ദൈവത്തിന്റെ ഭവനത്തിൽ എന്തെല്ലാം ഉണ്ട്. 7-ാം അധ്യായം 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം വാക്യം, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം സ്വയം വിനയപ്പെടുത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുകയും ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കുകയും എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. ഇതാ പറയുന്നത്. അതാ ഈ ദൈവാലയത്തിന്റെ പ്രത്യേകത സഹോദരങ്ങളെ. 2-3 കാര്യങ്ങൾ ദൈവാലയത്തിലുണ്ട്. ഒന്ന്,
കർത്താവിന്റെ കണ്ണിവിടെയുണ്ട്, കർത്താവിന്റെ ചെവി ഇവിടെയുണ്ട്. വീണ്ടും പറയുന്നു, കർത്താവിന്റെ ഹൃദയം ഇവിടെയുണ്ട്. ഇതാ ബഥേലിന്റെ പ്രത്യേകത. കർത്താവിന്റെ കണ്ണുള്ള സ്ഥലം, കർത്താവിന്റെ ചെവിയുള്ള സ്ഥലം, കർത്താവിന്റെ ഹൃദയമുള്ള സ്ഥലം, ഇതാണ് ബഥേൽ. ഈ ബഥേൽ വിട്ടുകളഞ്ഞിട്ട് ഇന്ന് പലരും മൈതാനങ്ങളിലെ പ്രസംഗങ്ങൾക്കും മൈതാന യോഗങ്ങൾക്കും വീടുകളുടെ യോഗങ്ങൾക്കുമായിട്ട് പോകുന്നത്. വീടുകളിലും മൈതാനങ്ങളിലും ഒന്നും ദൈവത്തിന്റെ ഹൃദയമില്ല. വീടുകളിലും മൈതാനങ്ങളിലും ഒന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിന്റെ കണ്ണില്ല. വീടുകളിലും മൈതാനങ്ങളിലും ഒന്നും കർത്താവിന്റെ ഹൃദയമില്ല. കർത്താവിന്റെ ഹൃദയം ഇരിക്കുന്നത് പ്രിയമുള്ളവരെ ബഥേലിലാണ്, ദൈവത്തിന്റെ ഭവനത്തിലാണ്. അതെ, യാക്കോബിനോട് ദൈവം പറയുന്നു, നീ ബഥേലിൽ ചെന്ന് പാർക്കണം, നീ ബഥേലിൽ ചെന്ന് പാർക്കണം. എന്തിനാണ് നീ ബഥേലിൽ ചെന്ന് പാർക്കേണ്ടുന്നത്? ഈ വെള്ളിയാഴ്ച ദിവസം കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും അനേകായിരങ്ങൾ ഇപ്പോഴ് ഈ ബഥേലിൽ വന്ന് പാർത്തിരിക്കുകയാണ്. ഈ ബഥേലിന്റെ ധ്യാന മന്ദിരങ്ങളിൽ 2-3 ദിവസങ്ങൾ താമസിച്ച് പാർക്കുവാനായിട്ട് കടന്നു വന്നിട്ടുള്ള അനേകായിരങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അതിന്റെ അനുഭവത്തിലൂടെ കടന്നു വന്നിട്ടുള്ളവരാണ്. നീ എന്തിനാണ് ബഥേലിൽ ചെന്ന് പാർക്കേണ്ടുന്നത്? ബഥേലിന്റെ 6 പ്രത്യേകതകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ബഥേലിൽ എന്തുണ്ട് എന്നുള്ളതും ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു. നീ എന്തിനാണ് ഇവിടെ വന്ന് പാർക്കുന്നത്? ഒന്ന്, നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു പ്രാർത്ഥനയ്ക്കായിട്ടാണ്. എ കാൾ ടു പ്രയർ. പ്രാർത്ഥനയ്ക്കായിട്ടാണ് ദൈവം തമ്പുരാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് നോക്കുമ്പോൾ യാക്കോബ് തൻ്റെ കുടുംബാംഗങ്ങളുമായി ഈ ബഥേലിലേക്ക് പോകുന്ന യാത്രയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബാംഗങ്ങളോടും കൂടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളയുവീൻ, നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവീൻ, നാം എഴുന്നേറ്റ് ബഥേലിലേക്ക് പോകാം. എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം പണിയും. പ്രിയ സഹോദര സഹോദരി, നീ ബഥേലിലേക്ക് കടന്നു വന്നിരിക്കുന്നത് പ്രാർത്ഥനയ്ക്കായിട്ടാണ്. നീ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുമ്പോൾ ചില പ്രത്യേകതകൾ കൂടെ ഉണ്ടാകണം. രാവിലെ ചാടി എഴുന്നേറ്റ് ഇഞ്ഞ് പോന്നാ പോരാ. പരുമലപ്പള്ളിയിൽ കുർബാനയുണ്ട്, ധ്യാനമുണ്ടെന്ന് പറഞ്ഞ് അങ്ങ് പോയാൽ പോരാ. നിന്റെ ഇടവപ്പള്ളിയിൽ കുർബാനയുണ്ട്, പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞ് അങ്ങ് പോയാൽ പോരാ. ഈ ബഥേലിലേക്ക് നീ കടന്നു വരുന്നതിന് മുമ്പ് നീ ചെയ്യേണ്ടുന്ന കാര്യം ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളയുവീൻ, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ ബഥേലിലെ പ്രാർത്ഥനയ്ക്ക് പ്രയോജനമുണ്ടാകുകയുള്ളൂ. ദൈവാലയത്തിലെ പ്രാർത്ഥനയ്ക്ക് പ്രയോജനമുണ്ടാകണമെങ്കിൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. ഇത് പറയുമ്പോൾ എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ടോന്ന് എനിക്കറിയയില്ല. ശുദ്ധിയോടുകൂടെ ദൈവാലയത്തിൽ കടന്നു വരുന്ന എത്ര പേരുണ്ട്? നിങ്ങൾക്കറിയാമോ, നിങ്ങൾ പലപ്പോഴും ഞങ്ങൾ ഈ അച്ഛന്മാരെ കാണുന്നത് ഈ കുർബാനയ്ക്ക് തിരുവസ്ത്രം ഇട്ടുകൊണ്ട് നിൽക്കുന്ന സന്ദർഭങ്ങളിലാണ്. എന്നാൽ ഒരു വൈദികൻ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങുന്നത് എങ്ങനെയാണെന്ന് എത്ര പേർക്കറിയാം? ഓർത്തഡോക്സ് സഭയിലെ വൈദികനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കത്തോലിക്ക സഭയിലെയോ മർത്തോമ സഭയിലെയോ CSIയിലെയോ അച്ഛന്മാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു വൈദികൻ വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്താണെന്ന്? ഒന്ന്, അവൻ തലേ ദിവസം സന്ധ്യ നമസ്കാരം പൂർത്തീകരിച്ചിരിക്കണം. 2, അനുതാപത്തിന്റെ പ്രാർത്ഥനകൾ മുഴുവൻ ചൊല്ലി തീർത്ത് ദൈവസന്നിധിയിൽ അനുതാപ ഹൃദയത്തോടുകൂടെ നിൽക്കണം. 3, കഴിയുമെങ്കിൽ ഉറങ്ങുന്നത് വരെ വേദപുസ്തക ധ്യാനത്തോടുകൂടെ ആയിരിക്കണം. 4, രാവിലെ എഴുന്നേറ്റ് രാത്രി നമസ്കാരം നടത്തിയിരിക്കണം.
രാത്രി നമസ്കാരം നടത്താത്ത ഒരു വ്യക്തിയും മദ്ബഹായുടെ പടികൾ ചവിട്ടുവാൻ പാടില്ലെന്നാണ് ഹുദായ കാനൂനിൽ പറയുന്നത്. അങ്ങനെ രാത്രി നമസ്കാരം നടത്തി പ്രഭാത നമസ്കാരം പൂർത്തീകരിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിക്കുന്നു. കല്യാണം കഴിച്ച അച്ഛന്മാര് കൊച്ചമ്മമാരുടെ കൂടെ കിടക്കത്തൊന്നുമില്ല. കല്യാണം കഴിച്ച അച്ഛന്മാര് പോകും, അവര് പള്ളികളിൽ പോയി താമസിക്കും. പറ്റുമെങ്കിൽ അവർക്ക് പറ്റുകയില്ലെങ്കിൽ വീടുകളിൽ പ്രത്യേക കട്ടിലുകൾ അവർക്കുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരുക്കത്തോടും ഭക്തിയോടും കൂടെയാണ് ഒരു പുരോഹിതൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. അങ്ങനെ വിശുദ്ധിയോടും വെടിപ്പോടും കൂടെ കുർബാന അർപ്പിച്ചില്ലെങ്കിൽ, ബലി അർപ്പിച്ചില്ലെങ്കിൽ ആ ബലി ദൈവം കേൾക്കുകയില്ല, ദൈവം കാണുകയില്ലെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ പുരോഹിതൻ ഇത്ര കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഈ ബലി അർപ്പിച്ച് നിങ്ങൾക്ക് തരാനായിട്ട് വരുമ്പോൾ എത്ര പേർ ശുദ്ധീകരണത്തോടുകൂടെ ഇത് അനുഭവിക്കുന്നു? ഇത് ഇന്നത്തെ ഒരു വലിയ ചോദ്യമാണ്. ഇത് എത്ര പേര് ശുദ്ധിയോടുകൂടെ ഇത് അനുഭവിക്കുന്നു? ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരുമലപ്പള്ളിയിൽ കടന്നു വന്ന നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കുകയാണ്, വിശുദ്ധ നോമ്പ് നോക്കുന്നവരൊന്ന് കൈപൊക്കിയേ. കള്ളം പറയരുത്, പരുമല തിരുമേനി കാണും. വിശുദ്ധ നോമ്പ് നോക്കുന്നവര് രാവിലെ ചായയും ആഹാരവും ദോശയോ ഇഡ്ഡലിയോ കാപ്പിയോ ഒരു തുള്ളി വെള്ളമോ പോലും കുടിക്കാതെ ധ്യാനത്തിനായി കടന്നു വന്നവരൊന്ന് കൈപൊക്കിയേ. കൈ പൊക്കിയത് താത്തത് കണ്ടോ? കൈ പൊങ്ങിയത് താന്നത് കണ്ടോ? വളരെ ചുരുക്കമാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര പേർക്ക് ഈ നോമ്പ് വിശുദ്ധിയോടുകൂടെ നോക്കുവാൻ സാധിക്കുന്നുണ്ട്? കള്ളനോമ്പ് നോക്കി നമ്മൾ അങ്ങ് ജീവിക്കുക. കള്ളനോമ്പ് നോക്കി വെച്ച് ഈസ്റ്റർ കഴിയുമ്പോൾ നമ്മൾ പറയും നോമ്പ് വീടിയലാണെന്ന്. ഇന്നും രാവിലെ പോയി ചന്തയിൽ പോയി മീനും വാങ്ങി പ്ലാസ്റ്റിക് കിറ്റിനകത്ത് അത് കൊണ്ടുവന്ന് ആഹാരം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ട് ധ്യാനത്തിന് വന്നിട്ടുള്ള അമ്മവങ്ങന്മാരിവിടെ ഇല്ലേ? വിശുദ്ധ കുർബാനയെ നിങ്ങൾ എപ്രകാരമാണ് സ്വീകരിക്കുന്നത്? അതുകൊണ്ടാണ് പറയുന്നത്, അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനായി തീരും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, നീ ബഥേലിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ചെല്ലുമ്പോൾ നിന്നെ ദൈവം വിളിക്കുന്നത് ഒരു പ്രാർത്ഥനയ്ക്കായിട്ടാണ്. നീ പ്രാർത്ഥനയ്ക്കായിട്ട് ചെല്ലുമ്പോൾ വേണ്ടുന്നത് നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കണം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. ഈ അതിശയ പ്രവർത്തനം ഒന്നും നമ്മുടെ ഇടയിൽ ഇല്ലാത്തത് എന്താണെന്നറിയാമോ? ശുദ്ധിയില്ലാതെ ഇതിനൊക്കെ നടക്കുന്നത് കൊണ്ടാണ്. ശുദ്ധിയോടുകൂടെ നാം നടക്കുമ്പോൾ ദൈവം നമ്മുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു നിർവചനം കൂടെയുണ്ട്. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ശുദ്ധിയോടുകൂടെ ആയിരിക്കണം പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരേണ്ടുന്നത്. കുടുംബ പ്രാർത്ഥനകൾ തന്നെ ഇന്ന് എത്ര പേര് ഭംഗിയായി നടത്തുന്നുണ്ട്. ഞാനൊരിക്കൽ ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക് പോയി സംബന്ധിച്ചത് ഇപ്പോഴെൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. എൻ്റെ വേണ്ടപ്പെട്ട വീട് തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് പറയുന്നതിന് മടിയൊന്നുമില്ല. അപ്പച്ചനും അമ്മച്ചിയും അവരുടെ 7 മക്കളും, ആ 7 മക്കളും പല സ്ഥലങ്ങളിൽ നിന്ന് വന്നതാണ്. 6-7 വർഷത്തിന് ശേഷമാണ് അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും അടുക്കിലേക്ക് ഈ മക്കളും കൊച്ചുമക്കളും എല്ലാം കടന്നു വന്നിരിക്കുന്നത്. അപ്പോഴാ അച്ഛനെയും കൂടെ വിളിച്ചത്. ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ്, അച്ഛനും കൂടെ വരണം വൈകിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട്. അങ്ങനെ അച്ഛനും ചെന്നു. എനിക്ക് പല തിരക്കുകൾ ഉണ്ടായതുകൊണ്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, എന്നാ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇറങ്ങുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പച്ചൻ ഉടനെ പറഞ്ഞു, ബാ എല്ലാവരും പ്രാർത്ഥിക്കാൻ ബാ. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് വരണമെന്ന് അപ്പച്ചൻ ആഹ്വാനം ചെയ്തു. പക്ഷേ ഒരു ഉറുമ്പ് പോലും അവിടെ എത്തിയില്ല. എല്ലാവർക്കും അവരവരുടെ ജോലി. അവസാനം അപ്പച്ചൻ ഒരു വടിയുമായിട്ട് ഇറങ്ങി. പിള്ളേര് 10-15 എണ്ണമുണ്ട്. പല പിള്ളേരാ, നാട്ടിലെ പശുവും പാല് കുടിച്ച പിള്ളേർ മുതൽ വെളിയിലെ നിടോപ്പാല് കുടിച്ച തടിമാടൻ പിള്ളേർ വരെ ഒരു 10-15 എണ്ണമുണ്ട്. അവസാനം അപ്പച്ചൻ വടിയും കൊണ്ട് അടിച്ചോടിച്ച് എല്ലാത്തിനെയും മുൻവശത്തെ മുറിയിൽ കൊണ്ടുവന്നിരുത്തി. അപ്പച്ചന് പഴയ ഒരു പുൽപ്പായേ ഉള്ളായിരുന്നു.
ഈ 15 എണ്ണോട് ഈ പുൽപ്പായിക്കകത്ത് എങ്ങനെ ഇരുന്നതെന്ന് ഞാൻ ഇപ്പോഴും കാണുക. ഞെങ്ങി അമങ്ങി തിരിങ്ങി പിരിങ്ങി അടക്കോ ഒതുക്കോ ഒന്നുമില്ല. ഇങ്ങനെ വിരളി പിടിച്ച എന്താ പറയുന്ന വെരുവിനെ പോലെ ഇവന്മാരെല്ലാം കൂടെ അതിനകത്തിരിക്കുക. അങ്ങനെ ഇരുന്നപ്പോൾ അതിനകത്തൊരു വില്ലാളി വീരൻ ഒരു പണി ചെയ്തു. അപ്പച്ചൻ്റെ പായുടെ ഒരു പുൽപ്പായുടെ ഒരു സാധനം ഇങ്ങോട്ട് മാറിയിരുന്നു. അവനത് പെതുക്കെ ഊരി എടുത്ത് അവൻ്റെ കയ്യിൽ കിട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം സന്തോഷം. അവർക്കൂടെ ഓരോന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന് ഈ 15 എണ്ണം ഓരോന്നും ഇതിനകത്തുനിന്ന് വലിച്ചൂരി. ചുരുക്കം പറഞ്ഞ് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ഓശാനയ്ക്ക് കുരുത്തോല പിടിച്ച് നിൽക്കുന്നത് പോലെ പ്രാർത്ഥിക്കാനിരിക്കുന്ന പിള്ളേരുടെ കയ്യിലെല്ലാം ഈ പുൽപ്പായുടെ ഓരോ സാധനങ്ങളാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പോകട്ടെന്ന് വെച്ചു. അപ്പച്ചൻ അതെല്ലാം പിടിച്ചു വാങ്ങി. അപ്പച്ചൻ ആകെപ്പാട് ദേഷ്യം. ഉള്ള ഒരു പുൽപ്പായ, അപ്പച്ചൻ പ്രാർത്ഥിക്കാനായിട്ട് പണ്ട് മുതലേ ഉപയോഗിക്കുന്ന പുൽപ്പായ. അത് കഴിഞ്ഞ് ഈ ആമക്കളെയും പെമ്മക്കളെയും എല്ലാം വിളിച്ചു. പല പ്രാവശ്യം വിളിയായപ്പോൾ എല്ലാവരും ഒക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്നു. എല്ലാ വേഷവിധാനങ്ങളും ഉള്ളവരുണ്ട്. സാരി ഉടുത്തവരുണ്ട്, മുണ്ടും ചട്ടയിട്ടവരുണ്ട്, നൈറ്റി ഇട്ടവരുണ്ട്, ചുരിദാർ ഇട്ടവരുണ്ട്, തല ബോബ് ചെയ്തവരുണ്ട്, പിരികം കത്തിരിച്ചവരുണ്ട്, നഖം വെച്ചു പിടിപ്പിച്ചവരുണ്ട്, കൃതാവ് വെച്ചവരുണ്ട്, എല്ലാം ഉണ്ട്. പല ടൈപ്പാ. ആൺപിള്ളേരിൽ ചില എണ്ണത്തിന് ഈ പെൺപിള്ളേരുടെ പോലെ തലമുടി നീട്ടി വളർത്തിയതുണ്ട്, മീശയും തലമുടി നീട്ടി വളർത്തിയതും, ഇങ്ങനെയൊക്കെ എല്ലാം ഉണ്ട്. പല ടൈപ്പുകളാ. ആണുങ്ങൾ ഒറ്റയൊരുത്തൻ അകത്തോട്ട് കയറത്തില്ല. ഒറ്റയൊരുത്തനും അകത്തോട്ട് കയറുകയില്ല. അവസാനം അപ്പച്ചൻ പറഞ്ഞു, അച്ഛ അവന്മാരവിടെ ഇരുന്നോട്ടെ. വെളിയിൽ വരാന്തയിൽ ഒരു ബെഞ്ചുണ്ടായിരുന്നു, അവിടെ അവന്മാർ കയറിയിരുന്നു. പെണ്ണുങ്ങളെല്ലാം വന്ന് അകത്തോട്ട് കയറി ഇരുന്നു. അങ്ങനെ എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എനിക്കൊരു കുഴപ്പമുണ്ട്. പ്രാർത്ഥിക്കാനായിട്ട് ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും നേരെ ചൊവ്വയാണെന്നോ നിൽക്കുന്നൊരു നോട്ടമുണ്ട്, പണ്ട് മുതലേ ഉള്ളതാ. ഈ പ്രാവശ്യം ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. പിതാവിനും പുത്രനും പറയുന്നതിന് മുമ്പേ തന്നെ എല്ലാവരും ഉണ്ടോയെന്നൊന്ന് നോക്കിയപ്പോൾ ഞാൻ അമ്മച്ചിയുടെ തലയിലേക്കൊന്ന് നോക്കി. സാധാരണ സ്ത്രീകൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളെല്ലാം ഷാളും സാരിയുടെ ഇതെല്ലാമാണല്ലോ. പക്ഷെ ഈ അമ്മച്ചിക്ക് ഒരു പ്രത്യേകത. അമ്മച്ചിയുടെ തലയിൽ കിടക്കുന്നത് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പച്ചൻ്റെ ഒരു ബെർമുഡായിരുന്നു. അപ്പച്ചൻ്റെ ഒരു ബെർമുഡായാണ് ഈ അമ്മച്ചിയെടുത്ത് തലയിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഒന്നുകൂടെ നോക്കിയപ്പോഴുണ്ട് മൂത്ത മരുമോടെ തലയിൽ 2 വള്ളി പോലൊരു സാധനം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ഓർത്തു നോക്കൂ. പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കാനായിട്ട് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മുടെ രീതിയും ഭാവവും എന്താണ്? സഹോദരിമാരെ, നിങ്ങൾ എന്നെ കുറ്റം പറയരുത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇട്ട നൈറ്റി, മത്തി കഴിയതും അരി വെച്ചതും എല്ലാ സർവ്വതും ഇവിടം മുതൽ ഇവിടം വരെ തൂത്തു പിടിപ്പിച്ച ആ ഒരു സാധനം ഇട്ടുകൊണ്ടല്ലേ വൈകിട്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ വന്നിരിക്കുന്നത്? അച്ചായന്മാരോട് ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ മോശക്കാരൊന്നുമല്ല. ഇതിൻ്റെ അപ്പുറത്തെ വേല പഠിച്ചവരാണ് ഈ അച്ചായന്മാരെ. ഞാൻ കണ്ടത് എങ്ങനെയാണെന്നറിയോ? അച്ഛനുണ്ട് പ്രാർത്ഥിക്കാൻ, ശുശ്രൂഷ മാത്രമില്ല. അതുകൊണ്ട് അച്ചായന്മാരെന്തോ ഇതെന്നറിയാമോ? അവർ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ഓരോ പാക്കറ്റ് വീതം എല്ലാവരും ധൂപം വെച്ച് തീർത്തു. ഓരോ പാക്കറ്റ് വീതം ആ ബെഞ്ചിലിരുന്ന് അവർ തോപ്പം ഒരാൾ തീർത്ത് കഴിയുമ്പോൾ അടുത്ത ആള്. അവസാനം പ്രാർത്ഥിക്കാനായപ്പോഴത്തേന് വെപ്രാളപ്പെട്ട് ഇതെല്ലാം എടുത്ത് അങ്ങ് മാറ്റി നിൽക്കുകയാണ്. പ്രാർത്ഥിക്കാനായിട്ട് വരുന്നതിൻ്റെ ലക്ഷണം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലക്ഷണം ലക്ഷണക്കേടായിട്ട് മാറുന്നു. ലക്ഷണം തരുന്നവന് ഇത് കാണുമ്പോൾ ലക്ഷണക്കേട് തോന്നും. നീ പ്രാർത്ഥിക്കാനായി ദൈവാലയത്തിലേക്ക് വരുമ്പോൾ, നിന്റെ ഭവനത്തിൽ നീ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ശുദ്ധി, എന്തെങ്കിലും ഒരു ജീവിത വിശുദ്ധി നിനക്കുണ്ടോ? ശാരീരിക ശുദ്ധിയെങ്കിലും നിനക്കുണ്ടോ? ഇവിടെ യാക്കോബ് ചെയ്യുകയാണ്. എന്താണ് ചെയ്യുന്നത്? തന്റെ കുടുംബാംഗങ്ങളോട് പറയുകയാണ്, നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കാം. നമ്മുടെ കൈകളിലുള്ള എല്ലാ അന്യദൈവങ്ങളെയും ഉപേക്ഷിക്കാം. ഇന്ന് ഓരോരുത്തൻ്റെയൊക്കെ വീട്ടിൽ ചെന്നാൽ എത്ര അന്യദൈവങ്ങളായിരിക്കുന്നതെന്ന് അറിയാമോ? അന്യദൈവങ്ങളുടെ കൂമ്പാരമാണ്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വീട്ടിൽ കയറി വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ സാധനങ്ങളൊക്കെ ഇവരുടെ പണത്തിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടിയാണ്. ചില വീടുകളിൽ കയറുമ്പോൾ തൂക്കിയിട്ടേക്കുന്ന ബെല്ലുകളുണ്ട്, ഈ മണി അടിക്കുന്നത്. എന്തിനാ ഈ സാധനം? ഇത് ചൈനക്കാരൻ്റെയാ. ഈ സാധനം ഇങ്ങനെ കതകിൻ്റെ മേളിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കും. ഇത് കാറ്റടിക്കുമ്പോൾ തനിയെ അടിക്കും. ഈ അടി കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഭൂതവും പ്രേതവും എല്ലാം വീട്ടിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകുമെന്നാണ് പറയുന്നത്.
ഞാനതിൻ്റെ പരസ്യം പറയുകയല്ല. അങ്ങനെ ചൈനക്കാരൻ പറയുന്ന അല്ലെങ്കിൽ ചൈനക്കാർ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ ദുർദേവകളെയും ഇന്ന് നിന്റെ ഭവനത്തിൽ നീ പിടിച്ചു വെച്ചിരിക്കുക. ഇത് കയറുമ്പോൾ മണിയടിക്കുമ്പോൾ ഭൂതവും പ്രേതവും പോവും. ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ, ഒരു 10 വർഷത്തിന് മുമ്പ്, ഒരു 15 വർഷത്തിന് മുമ്പ് ഭൂതത്തെയും പ്രേതത്തെയും അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാ പൈശാചിക ശക്തിയും ഓടിക്കാനായിട്ട് നീ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നീ ദൈവാലയത്തിലേക്ക് ഒന്ന് പ്രാർത്ഥിച്ച്, നിന്റെ പുരോഹിതൻ നിന്റെ വീട് കൂദാശ ചെയ്ത് അവിടെ പ്രാർത്ഥിച്ച് ജലം തളിക്കുമ്പോൾ അന്തരീക്ഷത്തിലുള്ള എല്ലാ പൈശാചിക ശക്തികളും ഓടും. ഇന്ന് നീ അതിന്റെ കൂടെ ഒരു ദുർദേവതയും കൂടെ പിടിച്ചുകൊണ്ടൊന്ന് വെച്ചിരിക്കുക, ഇളക്കിക്കളയാതെ കെട്ടിയിട്ടിരിക്കുക. ഇനി വീട് മുറി വാതിൽ കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറിയാലോ? അകത്തോട്ട് കയറിയാൽ ദാ ഷോക്കേസിൽ ഇരിക്കുന്നു ഒരു കുടവയറൻ. ഒരു കുടവയറൻ, അത് വെറും കുടവയറല്ല, ഇത്ര നീളമുള്ള കുടവയറൻ. അവന്റെ തലയിലേക്ക് നോക്കിയാൽ മൊട്ടത്തലയാണ്. എനിക്കറിയത്തില്ല ഇവന്റെ പേരെന്താന്ന്. കൊണ്ടുവന്ന് വെച്ചിരിക്കുക. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു മിക്കവാറുള്ള അച്ചായന്മാർക്കെല്ലാം കുടവയറും അവന്റെ തലയെല്ലാം മുടിയും പൊഴിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ആ ഒരു പരുവത്തിലായിരിക്കുക. ഞാൻ കുറ്റം പറയുകയൊന്നുമല്ല സഹോദരങ്ങളെ. നിന്റെ വീട്ടിൽ നീ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു വീണ്ടും ഒരു ദുർദേവതയെ. ഇനി അത് കഴിഞ്ഞ് അകത്തോട്ട് കയറട്ടെ. അവിടെ ഒരു ചെടിക്ക് പോലും വെള്ളം ഒഴിക്കാത്ത കക്ഷി കൊണ്ടുവന്ന് ദിവസവും കൃത്യമായി വെള്ളം ഒഴിച്ച് 5-6 മുളക്കെട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ലക്കി ബാമ്പു. എന്തോത്തിനാ? ചുമ്മാ അനങ്ങാതിരുന്ന എല്ലാം വേണം. യാതൊരു ജോലിയും ചെയ്യാൻ വയ്യ, യാതൊന്നും അധ്വാനിക്കുവാൻ വയ്യ, പ്രാർത്ഥിക്കാൻ വയ്യ. വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഇതെല്ലാം കടന്നു വരണം, പണം വരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പണക്കൊതിയാണ് ഈ മനുഷ്യനെ തകർത്തിരിക്കുന്നത്. നമ്മുടെ പെമ്പിള്ളേർ, പഠിക്കാൻ പറ്റുന്ന നന്നായി പഠിക്കുന്ന പല പെമ്പിള്ളേരെയും കൊണ്ടുവന്ന് നേഴ്സന്മാരാക്കി തീർത്തിരിക്കുക. ഉള്ള പെമ്പിള്ളേരെ മുഴുവൻ കൂട്ടത്തോടെ പണം ഉണ്ടാക്കാനായി നേഴ്സന്മാരാക്കി തീർത്തിരിക്കുക. ഉള്ള ചെറുപ്പക്കാർ ആമ്പിള്ളാരെ മുഴുവൻ കൂട്ടത്തോടെ കൊണ്ടുവന്ന് എഞ്ചിനീയർമാരാക്കുവാനായിട്ട് ശ്രമിച്ചിരിക്കുക. ഇന്ന് കായ്ക്ക് വിലയില്ലാതായിരിക്കുക. ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, ഈ പണക്കൊതി നിന്റെ വീട്ടിലിരിക്കുമ്പോൾ എങ്ങനെ നിനക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും? അതെ, യാക്കോബ് ചെയ്തു. എന്താണ് ചെയ്തതെന്നറിയാമോ? അവൻ തന്റെ ഭവനത്തിലുള്ളവരോട് പറഞ്ഞു, എല്ലാ അന്യ വിഗ്രഹങ്ങളെയും എടുത്തെറിയുവാൻ. ഇന്ന് നമ്മുടെ പിള്ളേരുടെ കൈ നോക്കിയാൽ ഇവിടം മുതൽ ഇവിടം വരെ പ്രിയമുള്ളവരെ നൂല് കെട്ടിയിട്ടിരിക്കുക. വട്ടം എന്തുമാത്രം ചരട. ഈ അടുത്ത സമയത്ത് എൻ്റെ പള്ളിയിൽ ഒരു ചെറുക്കൻ്റെ കയ്യെ ഞാനൊന്ന് പിടിച്ചു. അവനൊരു ഷേക്കാൻ്റെ കൊടുക്കാനായിട്ട് പിടിച്ചത് നോക്കിയപ്പോഴേ എൻ്റെ കൈ അങ്ങ് നൊന്തു. കാരണം എന്താ? ഇവന്റെ ഈ 5 വിരലിലും മോതിരമാണ്, പല കല്ലിലുള്ള മോതിരങ്ങളാണ്. ഈ മോതിരങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പോഴും ഞാൻ ചോദിച്ചു, സ്നേഹത്തോടെ അവനോട് ചോദിച്ചു, എനിക്ക് വിവരം അറിയണമല്ലോ. ഞാൻ അവനോട് ചോദിച്ചു, മോനെ ഇതെന്തുവാ? അതച്ഛാ, TV-യിൽ ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിയിൽ പിന്നെ മമ്മി പ്രത്യേകം പറഞ്ഞ് എനിക്ക് വേണ്ടി വാങ്ങിത്തന്ന മോതിരങ്ങളായത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്റെ മോൻ നശിച്ചു. എന്താ? നിന്റെ മകന്റെ കൈകളിൽ നിറച്ച് ഉള്ള ദുർദേവതകളെ മുഴുവൻ നീ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ നീ നശിക്കാൻ എന്താ വേണം? പെട്ടെന്ന് ബുദ്ധി ഉണ്ടാകാൻ, പെട്ടെന്ന് മിടുക്കനായി തീരാൻ. എന്നെ കേൾക്കുന്ന സഹോദരി, നീ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് എത്തണം. യാക്കോബ് എന്തു ചെയ്തു എന്നറിയാമോ? അതെ, അവൻ തൻ്റെ ഭവനത്തിലുള്ളവരെ മുഴുവൻ ശുദ്ധീകരിച്ചു, അന്യദൈവങ്ങളെ മുഴുവൻ കളഞ്ഞു, ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിച്ചു. പ്രിയ സഹോദരി, നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് പ്രാർത്ഥനയ്ക്കായിട്ടാണ്. നിന്റെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളും മാറണമെന്നുണ്ടെങ്കിൽ ഈ ബഥേൽ മാത്രമാണ് ആശ്രയം. നിന്റെ ദൈവാലയം മാത്രമാണ് ആശ്രയം. ഈ ദൈവാലയത്തിൽ നീ കടന്നു വരുന്നത് പ്രാർത്ഥിക്കാനായിട്ടാണ്. പ്രാർത്ഥിക്കാൻ കടന്നു വരുമ്പോൾ നിന്റെ ജീവിതത്തിലുള്ള അന്യദൈവങ്ങളെയും നിന്റെ ജീവിതത്തിലുള്ള എല്ലാ തിന്മകളെയും മാറ്റി ശുദ്ധീകരിക്കുവാനായിട്ട് സാധിക്കണം. രണ്ടാമത്, യാക്കോബിനെ ദൈവം ബഥേലിലേക്ക് പോകുവാൻ വിളിച്ചതിന് രണ്ടാമത് മറ്റൊരു ഉദ്ദേശം കൂടെയുണ്ട്. 35-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 35-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം.
അവിടെ അവൻ ഒരു യാഗപീഠം പണിതു. തൻ്റെ സഹോദരന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവനെ അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായത് കൊണ്ട് അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചു. വീണ്ടും പറയുന്നു, അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് എ കോൾ ടു സാക്രിഫൈസ്, ഒരു യാഗം അർപ്പിക്കുവാനാണ് ദൈവം തമ്പുരാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. യാഗമർപ്പിക്കാനാ, വെറുതെ അല്ല നിന്നെ ദൈവാലയത്തിലേക്ക് വിളിച്ചിരിക്കുന്ന, ഒരു യാഗമർപ്പിക്കാനാ. എന്താണ് യാഗം? പ്രിയ സഹോദര സഹോദരി, നീ ദൈവാലയത്തിലേക്ക് വന്ന് നിന്റെ കണ്ണുനീർ കൊണ്ട് യാഗമർപ്പിക്കണം. നീ ദൈവാലയത്തിലേക്ക് വന്ന് നിന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കണം. യാഗമർപ്പിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ഇസഹാക്കിനെ അബ്രഹാം ബലിയർപ്പിക്കുവാനായി ബലിപീഠത്തിന്റെ മേൽ കിടത്തി. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഇസഹാക്കിനെ അബ്രഹാം ബലിയർപ്പിക്കുവാനായി അവന്റെ കണ്ണുകെട്ടി കൈകൾ രണ്ടും കൂട്ടിക്കെട്ടി കാലും കെട്ടിയിട്ട് അബ്രഹാം പിതാവ് പൊക്കി ഇസഹാക്കിനെ ബലിപീഠത്തിലേക്ക് കിടത്തി വാളെടുത്ത് അബ്രഹാമിനെ വെട്ടുവാനായി യാഗമർപ്പിക്കുവാനായി ശ്രമിച്ചപ്പോഴാണ് അത്ഭുതമുണ്ടായത്. എന്താണ് അത്ഭുതം? ബാലന്റെ മേൽ കൈവെക്കരുത്. തിരിഞ്ഞു നോക്കിയപ്പോൾ അതുവരെ ഒരാട്ടിൻകുട്ടിയോ ഒരാടിന്റെ ബൂട പോലും ഇല്ലാതിരുന്ന സ്ഥലത്ത് ഒരാട്ടിൻകുട്ടിയെ കണ്ടു. ഇതാണ് അത്ഭുതം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ദൈവാലയത്തിലേക്ക് കടന്നു വരുന്നത് യാഗം അർപ്പിക്കാനാണ്. നീ ഒരുപക്ഷെ യാഗശാലയിലായിരുന്നേക്കാം കിടക്കുന്നത്, യാഗവസ്തുവായിട്ടായിരിക്കാം കിടന്നേക്കുന്നത്. നിന്റെ ഈ ജീവിതത്തിൽ ഒത്തിരി യാഗശാലയുടെയും യാഗവസ്തുവിന്റെ അനുഭവം ഉണ്ടായിരുന്നേക്കാം. പക്ഷേ നീ ദൈവാലയത്തിലേക്ക് വന്ന് നിന്നെ തന്നെ യാഗമാക്കി തീർക്കുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. ഇത് നിനക്ക് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. നിനക്ക് വേണ്ടുന്നത് ഇൻസ്റ്റന്റ് സൗഖ്യമാണ്. ഇൻസ്റ്റന്റ് സൗഖ്യം. എല്ലാ ബുധനാഴ്ചയും എൻ്റെ പള്ളിയിൽ ഒരു ധ്യാനമുണ്ട്. ഞാൻ ഏത് പള്ളിയിൽ പോയാലും ബുധനാഴ്ചകളിൽ ധ്യാനയോഗം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അടൂര് കരുവാറ്റ പള്ളിയിൽ ധ്യാനം തുടങ്ങിയത് ഞാനാണ്. ഇന്നതൊരു വലിയ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ദേവാലയമായിട്ട് മാറി. ഇപ്പോഴതിനടുത്തുള്ള കിളിവയൽ പള്ളിയിൽ ഞാനുണ്ട്. അവിടെ എല്ലാ ബുധനാഴ്ചയും ഈ ധ്യാനമുണ്ട്. അപ്പോൾ പല ആൾക്കാരും അവിടേക്ക് കടന്നു വരും, ഈ ധ്യാനത്തിന് കടന്നു വരും. കടന്നു വന്നിട്ട് ഓരോ ആൾക്കാർക്കും വേണ്ടുന്നത് ഈ 2 മിനിറ്റ്സ് നൂഡിലാണ്. 2 മിനിറ്റ്സ് നൂഡിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രാർത്ഥിച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ സൗഖ്യം നേടണം. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ സൗഖ്യം നേടണം എന്ന് പറഞ്ഞാൽ, ദൈവാലയത്തിൽ കടന്നു വന്ന് എന്തെങ്കിലും ഒരു നേർച്ചയിട്ടാൽ ആ നേർച്ച കൊടുക്കുമ്പോൾ കൊടുത്ത പണത്തിന്റെ കണക്കനുസരിച്ച് ദൈവത്തോട് കണക്ക് ചോദിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ, നിന്റെ വരുതിക്കനുസരിച്ച് ദൈവത്തെ നിർത്തുവാനുള്ള നിന്റെ വ്യഗ്രത. പ്രിയപ്പെട്ട സഹോദര, നിന്റെ വേലക്കാരനല്ല ദൈവം. നീ പറയുമ്പോൾ നിന്റെ വേല ചെയ്യാനുള്ളവനല്ല ദൈവം. ഈ പരുമല തിരുമേനിയുടെ കബറിങ്കിലേക്ക് കടന്നു വന്നിട്ട് എത്രയോ പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. പരുമല തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് ആയിരക്കണക്കിന് ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ല യാചനകൾ മാത്രമാണോ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്? ഒരിക്കൽ ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്, തിരുമേനി എൻ്റെ അയലത്തുകാരൻ്റെ തല തല്ലി പൊട്ടിക്കണേന്ന്. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു പോയതാ. ഞാൻ കേട്ടത് എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ. പള്ളിയിൽ നിന്ന് എന്തിനാ ഞാൻ കള്ളം പറയുന്നത്? അന്ന് എൻ്റെ മൊബൈൽ ഇവിടെ വെച്ച് മോഷണം പോയി. പിന്നാണ് മനസ്സിലാകുന്നത് എൻ്റെ മൊബൈൽ അടിച്ചു മാറ്റിയ വ്യക്തി തന്നെ ആയിരുന്നു അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചത്, അയലത്തുകാരൻ്റെ തല പൊട്ടിച്ചു തരണമേ എന്ന്. ഇപ്പോഴത്തെ എപ്പിഫാനിയോസ് തിരുമേനി അന്ന് ഇവിടുത്തെ മാനേജരായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത്, എത്ര പേർ ശുദ്ധഹൃദയത്തോടു കൂടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു? വേണ്ടുന്ന കാര്യങ്ങളാണോ പ്രാർത്ഥിക്കുന്നത്? മറ്റുള്ളവരെ നശിപ്പിക്കുവാനായി, മറ്റുള്ളവരെ തകർക്കുവാനായി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇങ്ങനെയുള്ളവരെ നോക്കിക്കൊണ്ടാണ് യേശു തമ്പുരാൻ പറഞ്ഞത്, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ ദൈവം ചോദിച്ചാൽ നീ എന്ത് ചെയ്യും? ഈ രാത്രിയിൽ
നിന്റെ ആത്മാവിനെ ദൈവം ചോദിച്ചാൽ എന്തു ചെയ്യും? അതുകൊണ്ട് നീ കളപ്പുരകൾ നിറച്ചു വെച്ചത് കൊണ്ട് കാര്യമില്ല. നീ ദൈവാലയത്തിലേക്ക് കടന്നു വന്ന് പശ്ചാത്താപപൂർവമായ യാഗമർപ്പിക്കണം. പശ്ചാത്താപപൂർവം യാഗമർപ്പിക്കുമ്പോൾ മാത്രമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ യാഗം ദൈവം കേൾക്കുകയുള്ളൂ, ദൈവം അംഗീകരിക്കുകയുള്ളൂ. വേദപുസ്തകത്തിൽ ഏലിയാ പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്. കാർമേൽ പർവ്വതത്തിൽ അദ്ദേഹം ബലിയർപ്പിച്ച സംഭവവും വേദപുസ്തകത്തിൽ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വളരെ ഭംഗിയായി വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഏലിയാവ് ബലിയർപ്പിക്കുവാനായി ബാലിന്റെ പ്രവാചകന്മാരുമായി ചേർന്ന് അവിടെ നിൽക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അവിടെ യഹോവയുടെ ഒരു യാഗപീഠം ഉണ്ടായിരുന്നു. ആ യാഗപീഠം ഇടിഞ്ഞു പൊളിഞ്ഞതായിരുന്നു. ഇടിഞ്ഞു പൊളിഞ്ഞ യാഗപീഠം ഏലിയാവ് എന്ത് ചെയ്തെന്നറിയാമോ? മണ്ണൊക്കെ ഇഴക്കി നല്ല പശമണ്ണുണ്ടാക്കി ആ യാഗപീഠം നേരെയാക്കി. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന യാഗപീഠം നിന്റെ ഹൃദയമാണോ? ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന യാഗപീഠം നിന്റെ ഭവനമാണോ? ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന യാഗപീഠം നിന്റെ വ്യക്തി ജീവിതമാണോ? അങ്ങനെയെങ്കിൽ ഈ യാഗപീഠത്തെ നീ നേരെയാക്കണം. ഈ യാഗപീഠത്തെ നേരെയാക്കാൻ സാധിച്ചെങ്കിലേ യാഗമർപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. യാഗപീഠം നേരെയായെങ്കിലേ യാഗം അനുഗ്രഹമാകുകയുള്ളൂ. വീടുകളിൽ ഇന്ന് ഇഷ്ടം പോലെ മനോഹരമായ കതകുകളുള്ളതാ. നമുക്കറിയാം എത്ര സുന്ദരമായ കതകുകളാണ് ഇന്ന് നമ്മുടെ വീടുകൾക്കുള്ളത്. ഞാനൊരിക്കലും ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു അമ്മച്ചി മാത്രമേ ഉള്ളൂ. ആ അമ്മച്ചി മാത്രമേ ഉള്ളതായതുകൊണ്ട് അവരുടെ മക്കൾ കതക് തുറക്കാനോ അടയ്ക്കുവാനുമായിട്ട് റിമോട്ട് കൺട്രോൾ ഉള്ള ഒരു സാധനം റെഡിയാക്കി. ഈ വിവരം ഞാൻ അറിഞ്ഞില്ല. അതിനു മുമ്പ് ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഗേറ്റ് എനിക്ക് തുറന്ന് കയറാൻ പറ്റുമായിരുന്നു. ഇപ്രാവശ്യം ഞാൻ ആ വീടിന്റെ വാതിൽക്കൽ ചെന്ന് നിന്നുകൊണ്ട് പല പ്രാവശ്യം വിളിച്ചു, അമ്മച്ചി അമ്മച്ചി വാതിലൊന്ന് തുറക്ക്. അപ്പോഴേ അമ്മച്ചി ജനലിലൂടെ പറഞ്ഞു, അച്ഛാ മോനെ, എൻ്റെ വല്യമ്മച്ചിയാ. അപ്പം ആ അച്ഛാ മോനെ ഞാൻ വരികയാണ്. കുറെ നേരം, ഒരു 10 മിനിറ്റ് നേരം നോക്കി നിന്നിട്ടും ഞാൻ അമ്മച്ചിയെ കണ്ടില്ല. അപ്പൊ അമ്മച്ചി പറയാണ്, ഞാന് ഒരു സാധനം നോക്കുക, അത് കണ്ടില്ല. ഞാൻ ചോദിച്ചു, അമ്മച്ചി അവിടെ കിടന്ന സാധനം നോക്കിയാൽ എങ്ങനെ ഗേറ്റ് തുറക്കുന്നത്? അമ്മച്ചി വന്ന്, അതല്ല മോനെ, നമ്മുടെ റിമോട്ട് പോലൊരു സാധനമില്ലേ ടിവിയുടെ, അതുപോലെ അത് എവിടെയോ ഞാൻ കൊണ്ടുവച്ചു, കണ്ടില്ല. അവസാനം അരമണിക്കൂർ എന്നെ ആ വെയിലത്ത് നിർത്തിവെച്ച് അമ്മച്ചി ജനലിനകത്തൂടെ ഞെക്കി ഗേറ്റ് തുറന്നു. ഞാൻ അതിനകത്ത് കയറി. അകത്ത് കയറി കഴിഞ്ഞാൽ പെരക്കകത്ത് കയറാൻ വയ്യ. എന്താ പെരക്കകത്ത് കയറാൻ വയ്യാത്തത്? അപ്പോഴാ അമ്മച്ചി ഓർത്തത്, ആ കതക് കൂട്ടിയേക്കുന്നത് ഈ നമ്മുടെ ATM കാർഡ് പോലൊരു സാധനം കൊണ്ടാ. ATM കാർഡ് പോലുള്ളൊരു സാധനം കൊണ്ടാ. ഈ അമ്മച്ചി ATM കാർഡ് ഇട്ടെങ്കിലേ ഇത് തുറക്കത്തുള്ളൂ. അമ്മച്ചി കാർഡ് എങ്ങാണ്ടോ കൊണ്ടുവച്ചു. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയുക, അറിയാൻ വയ്യാത്ത സാധനവും ഓണാക്കാനും ഓഫ് ചെയ്യാനും അറിയാൻ വയ്യാത്ത സാധനങ്ങളും ആരുടെയും കയ്യിൽ ഈ ചെറുപ്പക്കാരായ മക്കൾ കൊടുക്കരുത്. ഈ അടുത്ത കാലത്ത് ചങ്ങനാശ്ശേരിയിലോ തിരുവല്ലയിലോ നടന്നൊരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താ? കുവൈറ്റിലുള്ള ഒരു മോള് അപ്പച്ചന് ഒരു 3G മൊബൈൽ കൊണ്ടുവന്ന് കൊടുത്തു. നല്ല വിലയുള്ള 3G മൊബൈല്. എന്നിട്ട് അപ്പച്ചൻ അവിടെ നിന്ന് യാത്ര തിരിച്ച് ചങ്ങനാശ്ശേരിയിലോ തിരുവല്ലയിലോ കണ്ട് പത്രത്തിൽ ഞാൻ വായിച്ചതാ. പോയി അപ്പോഴ് മൊബൈൽ അടിച്ചു. അപ്പച്ചൻ ഈ സാധനം മടിയിൽ നിന്ന് എടുത്ത് വെച്ചു. കണ്ണു പറ്റത്തില്ല, കണ്ണാടി എടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പച്ചൻ എന്തോ ചെയ്തു, ഈ സാധനം എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കി, ഇത് എവിടെയാ ഈ സാധനം ഞെക്കുന്നത്? ബസ്സിനകത്ത് കയറിയ അപ്പൊ തൊട്ട് മുമ്പിൽ പെണ്ണുങ്ങളായിരിക്കുന്നത്. ഈ സാധനം ഇങ്ങോട്ട്, അപ്പൊ ആരോ സ്ത്രീകൾ തിരിഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലായി ഈ വല്യപ്പൻ ഫോട്ടോ എടുക്കുക എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബസ് നേരെ ഡബിൾ ബെല്ലടിച്ച് പോലീസ് സ്റ്റേഷനിൽ വിട്ടു. പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസുകാര് കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പം അപ്പച്ചൻ പറഞ്ഞു, ഈ സാധനം എനിക്ക് ഓഫ് ചെയ്യാൻ അറിയത്തില്ല, ഈ സാധനം എനിക്ക് ഓഫ് ചെയ്യാൻ അറിയത്തില്ല. ഈ ചില അമ്മാമ്മമാരുണ്ട്, ബാഗിനകത്ത് ഈ സാധനം ഇട്ടുകൊണ്ട് വരും പള്ളിയിൽ. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ഈ സാധനം ബാഗിൽ ഇട്ടുണ്ട്. ചില അപ്പച്ചന്മാരുണ്ട്, ഇത് ഇട്ടുകൊണ്ട് വരും. അടിയോടടി ഇത് ഓഫ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ദയവ് ചെയ്ത് കൊണ്ടുവരരുത്. ഈ അപ്പച്ചൻ അവസാനം പോലീസുകാര് അപ്പച്ചന്റെ മോളെ വിളിച്ചു. മോളെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഇത് അവര് ഈ ഫോൺ എടുത്ത് നോക്കി, ഇതിനകത്ത് ഫോട്ടോയൊന്നുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പോലീസുകാർ മോളെ വിളിച്ച് തിരക്കി, ഇതെന്താ സംഭവിച്ചതെന്ന്. അപ്പോഴും പറഞ്ഞു, ഞാൻ കുവൈറ്റിൽ നിന്ന് വന്നപ്പം കൊണ്ട് കൊടുത്ത ക്യാമറയാ.
അത് അപ്പച്ചൻ അത് ഓഫ് ചെയ്യാൻ അറിയത്തില്ല. അപ്പച്ചൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഈ അപ്പച്ചൻ പറയുക, എൻ്റെ അച്ഛ 80 വയസ്സായി, ഇന്നേ വരെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല. എൻ്റെ മോൾ ഈ സാധനം തന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൊടാനും പിടിക്കാനും അറിയാൻ വയ്യാത്ത സാധനം കൊണ്ട് നടക്കരുത്. കയ്യിൽ വെച്ചേര്, വീട്ടിലങ്ങനെ വെച്ചിട്ട് വന്നാൽ മതി, ഒരു കുഴപ്പവും സംഭവിക്കുകയില്ല. യാഗമർപ്പിക്കാൻ നീ ദൈവാലയത്തിലേക്ക് വന്നിരിക്കുക. നിന്റെ ജീവിതത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന സാധനം, ഈ അമ്മച്ചി കാർഡ് കൊണ്ടുവന്നെങ്കിൽ എനിക്ക് അകത്ത് കയറാൻ പറ്റൂ. കാർഡ് അമ്മച്ചി എങ്ങാണ്ടോ കടന്നുപോയി, അവസാനം തപ്പിപ്പിടിച്ച് വീണ്ടും 1 മണിക്കൂർ എന്നെ ചെലവഴിച്ച് അവിടെ നിന്ന് വേർത്ത് കൂന്ന് ഞാൻ അകത്ത് കയറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനോഹരമായ കതകുകളും മനോഹരമായ ഗേറ്റുകളുമൊക്കെ നമ്മൾ നിർമ്മിക്കും. ഈ ഗേറ്റുകളെ താങ്ങിയിരിക്കുന്ന വിജാഗിരികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കഥകളെ താങ്ങി നിർത്തിയിരിക്കുന്ന വിജാഗിരികളെ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? ആരും ശ്രദ്ധിക്കാറില്ല. മനോഹരമായ ഈ പുറമോടി എല്ലാവരും ശ്രദ്ധിക്കും. ഈ വിജാഗിരിയിലെ സ്ക്രൂവിന് തുരുമ്പ് പിടിച്ചാൽ, ഈ വിജാഗിരി ഒന്ന് ആടിയാൽ എത്ര മനോഹരമായ കഥകാണെങ്കിൽ ഉരുണ്ട് നിലത്ത് വീഴും. സഹോദര, നിന്റെ ജീവിതത്തിൽ വിജാഗിരിക്ക് തുരുമ്പ് പിടിച്ചിരിക്കുന്നത് മാറ്റാനുള്ള സമയമാണ് വിശുദ്ധ നോമ്പിന്റെ ഈ കാലഘട്ടം. നല്ല കുമ്പസാരം നടത്തണം, നല്ല കുമ്പസാരം നടത്തണം. നീ ബലിപീഠത്തിൽ ബലി അർപ്പിക്കണമെന്നുണ്ടെങ്കിൽ നീ നിന്നെ തന്നെ ബലിവസ്തുവാക്കി മാറ്റണം, ബലിവസ്തുവാക്കി മാറ്റണം. അവിടെ നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കുകയുള്ളൂ. യാക്കോബ് ബലിപീഠം പണിതു. ഇവിടെ ഇപ്രകാരം പറയുന്നു, 35-ാം അധ്യായം 7-ാം വാക്യം. അവിടെ പറയുന്നത്, അവിടെ അവനൊരു യാഗപീഠം പണിതു, അവിടെ ബലിയർപ്പിച്ചു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിന്നെ ദൈവം ബഥേലിലേക്ക് വിളിച്ചിരിക്കുന്നത് ഒരു യാഗപീഠം പണിയുവാനാണ്, ഒരു ബലി അർപ്പിക്കുവാനാണ്. നിനക്കതിന് സാധിക്കുമോ? മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വീണ്ടും ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, യാക്കോബിന്റെ അവസ്ഥ താമസിച്ചു വന്നവര് മറന്നുപോയി കാണും, അവർക്ക് കേട്ട് കാണുകയില്ല. യാക്കോബിന്റെ അവസ്ഥ, സ്വന്തം മകൾ അവൾ പീഡിപ്പിക്കപ്പെട്ട അവസ്ഥ, സ്വന്തം സഹോദരൻ നശിപ്പിക്കുവാനായി കൊല്ലുവാനായി നോക്കി നിൽക്കുന്ന സാഹചര്യം, മക്കൾ അതെ ശേഖെമിലെ ആളുകളെ കൊന്ന് ഗുണ്ടകളായി ഇരിക്കുന്ന സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം യാക്കോബിന് കൊടുക്കുന്ന മറുപടിയാണ്, നീ ബഥേലിൽ ചെന്ന് പാർക്ക, നീ ബഥേലിൽ ചെന്ന് പാർക്ക. ബഥേലിന്റെ 6 പ്രത്യേകതകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതിനുശേഷം നീ ബഥേലിൽ ചെന്ന് പാർക്കേണ്ടുന്ന 2 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒന്നാമത് ഞാൻ പറഞ്ഞത്, ബഥേലിലേക്ക് നിന്നെ വിളിച്ചിരിക്കുന്നത് പ്രാർത്ഥിക്കാനായിട്ടാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞത്, ബഥേലിലേക്ക് നിന്നെ വിളിച്ചിരിക്കുന്നത് യാഗമർപ്പിക്കുവാനായിട്ടാണ്. മൂന്നാമത്, ബഥേലിൽ വെച്ച് നിനക്ക് നിന്റെ ഇതുവരെയുള്ള ജീവിത ശൈലി ഒന്ന് മാറാൻ പോവുകയാണ്. എന്താണെന്നറിയാമോ? ഇതുവരെ നിന്റെ പേര് എന്തായിരുന്നു? യാക്കോബ് എന്നായിരുന്നു. അപ്പൻ, ഉപായിയായ അപ്പൻ. ആ അപ്പന്റെ അതേ സ്വഭാവങ്ങൾ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കളിലും വന്നു. ഉപായത്തോടുകൂടെ അവൻ പെരുമാറി. അപ്പന്റെ ഗുണങ്ങൾ മക്കളിൽ കാണും. ആരാണ് അപ്പൻ? ആരാണ് അപ്പൻ? ഒരു ചോദ്യമാണ്. ആരാണ് അപ്പൻ? പ്രിയമുള്ളവരെ, അപ്പൻ ആരാണെന്ന് ചോദിച്ചാൽ, അപ്പൻ അപ്പമായി തീരുമ്പോഴേ അപ്പനാവുകയുള്ളൂ. അപ്പൻ അപ്പമായി തീരുമ്പോൾ മാത്രമേ അപ്പനാവുകയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന അപ്പന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ അപ്പമായി തീർന്നിട്ടുണ്ടോ? അപ്പൻ അപ്പമായി തീർന്നാലേ അപ്പനാകുകയുള്ളൂ. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി അപ്പമായി തീർന്നു. കാൽവറിയിൽ അവൻ എനിക്ക് വേണ്ടി അപ്പമായി തീർന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ അപ്പൻ, എൻ്റെ യേശുവിൽ, എൻ്റെ രക്ഷകനായ ക്രിസ്തുവിൽ ഞാൻ എൻ്റെ അപ്പനെ ഞാൻ കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത് അപ്പാ പിതാവേ എന്ന്, സ്വർഗസ്ഥനായ പിതാവേ എന്ന് എൻ്റെ ദൈവത്തെ ഞാൻ വിളിക്കുന്നത് അതുകൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഒരപ്പനായി തീർന്നിട്ടുണ്ടോ? നീ അപ്പമായി തീർന്നിട്ടുണ്ടോ? അപ്പൻ അപ്പമായി തീരുമ്പോഴേ അപ്പനാകുകയുള്ളൂ.
പല അപ്പന്മാരും ഇന്ന് എങ്ങനെയാണെന്ന് ചിന്തിക്കുക. അതെ, നിനക്കൊരു പേര് വന്നു, നിന്റെ പേര് ഉബായി എന്നായിരുന്നു. ഈ പേര് മാറ്റുകയാണ്. ബഥേലിൽ വെച്ചാണ് ആ പേര് മാറ്റുന്നത്. ഉപായത്തിന്റെ അനുഭവങ്ങളെല്ലാം മാറി കുടുംബത്തിൽ മൊത്തത്തിലുണ്ടായിരുന്ന ചില ദുഷ്പ്രവണതകൾ നീക്കപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കോബിന് പേര് കൊടുക്കുകയാണ് ഇസ്രായേൽ. ദൈവത്തിന്റെ പ്രഭു എന്ന പേര് കൊടുക്കുകയാണ്. ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, ചില വ്യക്തികൾ ദൈവസന്നിധിയിൽ കടന്നു വന്ന് മാനസാന്തരം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയ പ്രവർത്തികളൊന്നും ചെയ്യുകയില്ല. ഇവിടെ യാക്കോബിനെ കുറിച്ച് തുടർന്നുള്ള വേദഭാഗങ്ങൾ നോക്കുമ്പോൾ യാക്കോബിന്റെ മക്കളൊന്നും കളിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ വഞ്ചനയുടെയും കാപട്യത്തിന്റെ അനുഭവത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാൻ സാധ്യമല്ല. കാരണം ഈ യാഗപീഠത്തിൽ വെച്ചാണ് അവന് പേര് ലഭിക്കുന്നത്, യാക്കോബ് എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കോബിന്റെ പേര് മാറുന്നു ഇസ്രായേൽ എന്ന്, ദൈവത്തിന്റെ പ്രഭു എന്ന്. നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്, ബഥേലിലേക്ക് വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിന്റെ പേര് മാറ്റാനാണ്. നിനക്കൊരു പുതിയ നെയിം ദൈവം തമ്പുരാൻ തന്നു. യു ഹാവ് എ ന്യൂ നെയിം. ഇതുവരെ നീ യാക്കോബാണ്, ഇന്നു മുതൽ നീ യാക്കോബല്ല, നീ ഇസ്രായേലാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ദൈവാലയത്തിൽ ധ്യാനത്തിനായി കടന്നു വന്ന നിങ്ങളുടെ പേര് മാറ്റുവാൻ തയ്യാറാണോ? അതോ പരുമലെ വന്നു കടയിലൊക്കെ ഒന്ന് കയറി 5-6 മോതിരമൊക്കെ വാങ്ങി കയ്യിലിട്ട് അത് കഴിഞ്ഞേച്ച് അങ്ങോട്ട് പോകുന്ന വഴിക്ക് 2 സൈഡിലും ഇഷ്ടംപോലെ വെജിറ്റബിൾ കട, മീന്, സർവ്വസാധനങ്ങളും ഉണ്ട്. ഇതൊക്കെ ആവശ്യത്തിനൊക്കെ വാങ്ങി ബാഗിലൊക്കെ ഇട്ട് ഇതൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേന് വീട്ടിലങ്ങ് ചെല്ലും. കൊച്ചുമറിയാമ്മ വൈകുന്നേരം ആകുമ്പോൾ തനി സ്വഭാവം പിന്നെ എടുക്കും. എന്താ തനി സ്വഭാവം? ഇങ്ങോട്ട് വരുന്നതിന് മുമ്പുള്ള ആ സ്വഭാവം. ഇതിനാണോ നീ വന്നത്? പ്രിയ സഹോദര, അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിന് യാതൊരു മാറ്റവുമില്ല. നീ ഇപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെയാണ്. അങ്ങനെ ഒരു ധ്യാനം കൂടിയത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിനക്കൊരു മാറ്റം ഉണ്ടാകണം. നിനക്കൊരു പുതിയ പേര് വരണം. യു ഹാവ് എ ന്യൂ നെയിം. നിനക്കൊരു പുതിയ പേര് ദൈവം തമ്പുരാൻ തന്നു, ഇസ്രായേൽ എന്ന്. ഇനി നിന്റെ ജീവിതത്തിൽ പഴയ അനുഭവങ്ങളൊന്നുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുമുതൽ യാക്കോബിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. അതെ, എല്ലാ പ്രശ്നങ്ങളും തീർന്നു. യാക്കോബ് അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങൾ മുഴുവൻ തീർന്നു. അതുമുതൽ ദൈവം അവന്റെ കൂടെ നിൽക്കുകയാണ്. ദൈവം അവനെ കൈപിടിച്ചുകൊണ്ട് നടത്തുകയാണ്. പ്രിയ സഹോദര സഹോദരി, ഇന്ന് ഈ ദേവാലയത്തിൽ നിന്ന് നീ പുറത്തിറങ്ങുമ്പോൾ നിന്റെ കൈപിടിക്കുവാൻ കർത്താവ് കൂടെ ഉണ്ടാകണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി കമ്പി വാചകങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അതെ, യാക്കോബിന്റെ അവസ്ഥ. സഹോദരൻ കൊല്ലുവാനായി വരുന്നു. സ്വന്തം മകൾ പീഡിപ്പിക്കപ്പെട്ടു, മറ്റുള്ളവൻ ബലാത്കാരം ചെയ്യപ്പെട്ടു. സംഭവം അറിഞ്ഞ് മക്കൾ ഗുണ്ടകളെ പോലെ പെരുമാറുന്നു. കുടുംബത്തിൽ സമാധാനമില്ല, നാട്ടിലെ മാന്യത നഷ്ടപ്പെട്ടു. ചെന്നെത്തിയ സമൂഹത്തിൽ എല്ലാവരും പുച്ഛിക്കുകയും അവലക്ഷണക്കേടെന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ യാക്കോബ് ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നു. ദൈവത്തോട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടുന്നത്? ദൈവം അവനോട് പറഞ്ഞു, നീ ബഥേലിൽ ചെന്ന് പാർക്കണം. ബഥേലിന്റെ 6 പ്രത്യേകതകൾ ഞാൻ ഓർപ്പിച്ചു. വീണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ പാർക്കേണ്ടുന്നതിൻ്റെ 3 അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു. 1, നീ അവിടെ പാർക്കുമ്പോൾ നീ പ്രാർത്ഥിക്കണം. അതിനാണ് നിന്നെ അവിടെ പാർക്കാനായിട്ട് പറഞ്ഞത്. 2, നീ അവിടെ ഒരു ബലി അർപ്പിക്കണം. 3, ഇത് ചെയ്തു കഴിയുമ്പോൾ നിനക്ക് ഒരു പുതിയ പേര് ലഭിക്കും, ഇസ്രായേൽ എന്ന്. ഒരു നിമിഷം നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കി പ്രാർത്ഥിക്കാം. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എണ്ണി
എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ, ഹല്ലേലൂയ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തി. എല്ലാവരും വിശ്വാസത്തോടെ, എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. ഞങ്ങളെ തിരിയുമായി കാത്തു സൂക്ഷിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു വെള്ളിയാഴ്ച കൂടെ കർത്താവേ, നിന്റെ വിശുദ്ധ ആലയത്തിലേക്ക് കടന്നു വന്ന് നിന്നെ സ്തുതിക്കുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും നിന്നെ ആരാധിക്കുവാനും ഞങ്ങൾക്ക് ലഭിച്ച ഈ അവസരത്തിനായി ദൈവമേ നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, നിന്റെ സന്നിധിയിൽ അല്പസമയം ചെലവഴിക്കുന്നത് മറ്റ് അനേക ദിവസങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നു. പൊന്നുനാഥ, ഞങ്ങളുടെ ഭവനങ്ങളെ നിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ വന്ന ഭവനങ്ങളെല്ലാം ഒന്ന് ഓർത്താട്ടെ. ആ ഭവനങ്ങളെ കർത്താവിൻ്റെ ക്രൂശിൻ്റെ മുമ്പാകെ ഒന്ന് സമർപ്പിച്ചാട്ടെ. ആ ക്രൂശിൻ്റെ മുമ്പിൽ നമ്മുടെ ഭവനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, എൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കണമേ. എൻ്റെ ഭവനത്തോടും മനസ്സലിവ് തോന്നണമേ. സമാധാനമില്ലാത്ത ഭവനമാണോ? തകർച്ചയിലുള്ള ഭവനമാണോ? ആരും തിരിഞ്ഞു നോക്കാത്ത ഭവനമാണോ? എന്നും വഴക്കും വക്കാണം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭവനമാണോ? എൻ്റെ കർത്താവേ, എൻ്റെ ഭവനത്തോടൊന്ന് മനസ്സലിയണമേ. എൻ്റെ ഭവനത്തോടൊന്ന് കൃപ തോന്നണമേ. ഞാൻ എൻ്റെ ഭവനത്തിൽ അന്യനും പരദേശിയുമായിട്ടാണ് കർത്താവെ ജീവിക്കുന്നത്. എൻ്റെ ഭവനത്തിൽ സമാധാനം തരണമേ. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇവരെല്ലാവരെയും ആ കാൽവറി ക്രൂശിൻ്റെ മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. ഏറ്റവും മുതിർന്ന ആൾ മുതൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ വരെ ഓരോരുത്തരെയും ആ ക്രൂശിൻ്റെ മുമ്പാകെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട്, യേശുവേ ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് ഉള്ളുരുകി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആ ഭർത്തിയുമായി പ്രാർത്ഥിച്ചതുപോലെ പലരും അവനോട് പറഞ്ഞു മിണ്ടരുത് മിണ്ടരുതെന്ന്. അവൻ ആ ശബ്ദത്തെക്കാളെല്ലാം ഉപരിയായി പ്രാർത്ഥിച്ചു, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഭവനങ്ങളിലെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. SSLCയുടെ പരീക്ഷ, CBSEയുടെ പരീക്ഷ, +1-ൻ്റെയും +2-ൻ്റെയും പരീക്ഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, അവർ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം, ഹൃദയസ്ഥമാക്കിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് എഴുതുവാൻ അവരെ ഒന്ന് സഹായിക്കണമേ. കർത്താവേ, ദുഷ്ടൻ നോക്കരുതേ, ശത്രു തുടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും സഹോദരങ്ങളെ, രോഗികളായിട്ടുള്ളവരെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പല രോഗങ്ങളുണ്ട് കർത്താവേ. അനേക നാളുകളായി മരുന്നുകൾ കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയിലാണ് കർത്താവേ. എത്രയെത്ര വൈദ്യന്മാരുടെ അടുക്കൽ പോയിരിക്കുന്നു ദൈവമേ. ഒരു വൈദ്യന്മാർക്കും ചികിത്സിച്ചിട്ട് ഭേദമാക്കാൻ പറ്റാത്ത രോഗാവസ്ഥയാണ് കർത്താവേ എനിക്കുള്ളത്. നല്ല വൈദ്യനായ കർത്താവേ, നിന്റെ ആണിപ്പഴുതുള്ള കരങ്ങൾ എൻ്റെ മേലൊന്ന് തൊട്ട് എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ എന്ന് കണ്ണുനീരോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും സഹോദരങ്ങളെ, കടഭാരങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണോ? ഒരു ഭവനം പണിയുവാൻ സാധിക്കാത്ത അവസ്ഥയിലാണോ? കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ച് അയക്കുവാനായിട്ട് പ്രയാസപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളിലാണോ? അതെ, ഏതവസ്ഥയാണെങ്കിലും ആ അവസ്ഥയെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്കൊന്ന് സമർപ്പിച്ച്, എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ടവരോടൊന്ന് മനസ്സലിയണമേ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കരുണ തോന്നണമേ നാഥ, ഞങ്ങളോട് കരുണ തോന്നണമേ. കരുണ തോന്നണമേ നാഥ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് കണ്ണുനീരോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം, കണ്ണുനീർ വാർക്കുമ്പോൾ മനസ്സലിയുന്ന ദൈവം. അതെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നറിയ ആ ദൈവത്തിൻ്റെ ഇമ്പകരമായ ശബ്ദം നമുക്ക് കേൾക്കാം. സഹോദരങ്ങളെ, വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെയും ഭാരങ്ങളെയും സമർപ്പിക്കാം. പരിശുദ്ധനായ പരിമല തിരുമേനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധനായ പരിമല തിരുമേനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിന് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവേ, ഞങ്ങൾ വിശുദ്ധരല്ല, ഞങ്ങൾ അശുദ്ധിയുള്ളവരാണ്, ഞങ്ങൾ അശുദ്ധി നിറഞ്ഞവരാണ്. കർത്താവേ,
നിന്റെ വിശുദ്ധി കൊണ്ട് ഞങ്ങളെ ഒന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. ഇന്ന് ഈ ദേവാലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഉച്ചഭാഷണിയിലൂടെ ആരെങ്കിലുമൊക്കെ ഈ വചനം ശ്രദ്ധിച്ചുവെങ്കിൽ ആ മക്കളിലെല്ലാം ദൈവത്തിൻ്റെ അദൃശ്യമായ കരങ്ങൾ കടന്നു വരുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. ഈ ദേവാലയത്തെ ശുശ്രൂഷിക്കുന്ന എല്ലാവരെയും തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദുഷ്ടൻ തുടരുതേ, ശത്രു നോക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ.